പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈ പ്രൊഡക്റ്റ് ഒരാളെടുത്ത് കൺവിൻസ് ചെയ്ത് ഓലെ ഇത് യൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ചെയ്യേണ്ട ടാലൻറ്റാണ്. ഒരു $1 ബില്യൺ മാർക്കറ്റിൽ നോക്കിയിട്ട് നമുക്ക് അതിന് സ്പേസ് ഇല്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അബ്സർഡിറ്റി. അതായത് ഒരു ഗൂഡ്സ് നമ്മളെ വിഷൻ എന്താ വേണ്ടി വെച്ചാൽ പ്രോഫിറ്റബിൾ കമ്പനി ഉണ്ടാക്കുക. വെൽക്കം ടു ഫൗണ്ടേഴ്സ് ബ്രൂ. ദിസ് ഈസ് യുവർ ഹോസ്റ്റ് ശരത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഷോയിൽ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഫൗണ്ടറാണ്. അതേസമയം വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്ത് ആ എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പോൾ UAE അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് നെയിംഡ് ഹെഫിൽ. എന്നാൽ ഈ പ്രോജക്റ്റ് ഫെയിൽ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടെ പറഞ്ഞൊരു ഫൗണ്ടറാണ്. സോ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, എന്താണ് ഹെഫിൽ, എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്നെല്ലാം നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഹദി, വെൽക്കം ടു ദ ഷോ. ഹായ്. അതിൻ്റെ ജേണി നമുക്ക് നാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നാട്ടിലെവിടെയാണ്, എന്താണ് പഠിച്ചത്? ഞാൻ കോഴിക്കോടാണ്. ഞാൻ MMO കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഏർലി സ്റ്റേജ് കോളേജ് പഠിക്കുന്ന ടൈമിൽ തന്നെ അപ്പോഴാണ് കോഡിങ് കാര്യങ്ങൾ കൂടുതലായിട്ട് സീരിയസ് ആയിട്ട് കോഡിങ് പഠിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ കോവിഡിൻ്റെ ടൈം ആയപ്പോഴാണ് കൂടുതലായിട്ട് ഈ പ്രൊഡക്ട്സിലേക്ക് ഇറങ്ങുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോഴത്തെ പ്രൊജക്റ്റിലാണെങ്കിലുള്ള കോഫൗണ്ടർ നാസിമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ കൂടി വളരെ ചെറുപ്പത്തിൽ തൊട്ടിട്ട് തന്നെ ഈ കോഡിങ് പഠിക്കുക, ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുക. ഓൾറെഡി ഒന്നിച്ച് പഠിച്ചാണ് നാട്ടിൽ വീട്ട്? ഞങ്ങൾ +2 ചെറുപ്പത്തിൽ ഒന്നിച്ച് പഠിച്ചതാണ്, സെക്കൻഡ് തൊട്ടിട്ട് ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ 7th അങ്ങോട്ട് ഞങ്ങൾ രണ്ടാളും 2 സ്ഥലത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന ഡിഗ്രി ടൈമിലാണ്. അപ്പോൾ ഓൾറെഡി നാസിമിൻ്റെതായ ഒരു ജേണി ഉണ്ട് ഈ പ്രൊഡക്റ്റ്. ആൾ ടെക്നിക്കലി നല്ല എക്സ്പേർട്ട് ആവുകയും ഞാൻ ആ ഒരു ടൈമിലാണ് പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുകയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പ്രൊജക്റ്റ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ കോളേജിൻ്റെ ടൈമിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ജോയിൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ടെക്നിക്കൽ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജേണി മൊത്തത്തിൽ ഈ സ്റ്റാർട്ടപ്പ് വേൾഡിലേക്ക് ഇറങ്ങുക ചെയ്തത്. അതായത് സ്റ്റാർട്ടപ്പിനെ കുറിച്ച് വായിക്കുക. നമ്മളങ്ങനെ ഒരു അന്തരീക്ഷത്തിലല്ല വളരുന്നത്. അതായത് നമ്മൾ പൊതുവേ നാട്ടിലുള്ള കൺവെൻഷണൽ ബിസിനസ് കേട്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് വേൾഡിനെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങനെ കേൾക്കുക. ഓരോരുത്തർ $1 ബില്യൺ എക്സിറ്റ് ആയി, അക്വയർ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന്. അപ്പോൾ അതാണ് നമ്മളെ ലോകം. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്നിക്കലായിട്ട് ഒരു പ്രൊഡക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐഡിയാസ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ പോലെ ഒരു ന്യൂസ് ആപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതായത് ഇൻഷോർട്സ് പോലത്തെ ഷോർട്ട് ന്യൂസ് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ആപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുകയും ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നവരാകുമ്പോൾ ഇങ്ങനെ തോന്നുന്നു ഇത് പോരാ, അതായത് ഈ ഫീച്ചർ പോരാ. അതായത് ആൾക്കാർ എന്തിനീ ഇത് മാത്രം യൂസ് ചെയ്യണം, ആൾക്കാർക്ക് കുറച്ചുകൂടിയും എൻഗേജ്ഡ് ആക്കാൻ അതിൻ്റെ ഉള്ളിൽ ചെറിയ ബൈറ്റ് വീഡിയോസ് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആഡ്സ് നമുക്ക് എങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അതായത് ഇതൊക്കെ വരുന്ന എവിടെ വെച്ചാൽ നമ്മളെ കൺസെപ്റ്റ് വലിയ കമ്പനിയാണ്, അതായത് $1 ബില്യൺ കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ലൂപ്പിൽ ഇങ്ങനെ പെടുക. നിങ്ങൾക്ക് പുതിയ ഫീച്ചേഴ്സ് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ അങ്ങനെ തോന്നിക്കൊണ്ട് അതായത് ഈ ഹൈപ്പോത്തസിസ് ഒക്കെ വാലിഡേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെ വാലിഡേറ്റ് ചെയ്യുക, മാർക്കറ്റിക്ക് പ്രൊഡക്റ്റ് ഇറക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അതായത് പ്രൊഡക്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുക, ഇറക്കാതെ നിൽക്കുക. എന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇതുവരെ അത് ഞങ്ങൾ രണ്ടാളും അല്ലാതെ മൂന്നാമതൊരാൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഞങ്ങളെ സ്റ്റാർട്ടിങ് ഈ ഒരു പ്രൊഡക്റ്റ് ജേണിയിൽ. പിന്നീട് നമ്മളങ്ങനെ കാര്യങ്ങൾ നോക്കി. പിന്നാണ് ഞാനിങ്ങനെ പറഞ്ഞത്, ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ ഈ മാർക്കറ്റിങ്ങിലൊക്കെ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഈ പറഞ്ഞ ഇ-കൊമേഴ്സ് വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ടൈമിൽ. എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് മാർക്കറ്റിങ്ങിൽ. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഈ കൊമേഴ്സ് ഫീൽഡിൽ ചെറിയ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ചെയ്യുന്ന, അതായത് മെഹന്തി അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകൾ സെല് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് സെല് ചെയ്യാൻ ഒരു എഫിഷ്യൻറ്റ് വേ അല്ല. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുക, എന്നിട്ട് കസ്റ്റമേഴ്സ് വരും, അതിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഒരുപാട് മാനുവൽ പ്രോസസ്സാണ്. ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു ഇ-കൊമേഴ്സിന് വേണ്ടി ബിൽഡ് ചെയ്തതല്ല. അന്നായാലും ആ ടൂൾസ് ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ എങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നോക്കണം. അതെ. അപ്പോൾ ഇവർക്കൊരു ഇ-കൊമേഴ്സ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ തോട്ട് പ്രോസസ്. അതായിരുന്നു വിഷന്. ശരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ sav.in എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. അപ്പോഴാണ് നമ്മൾ റിയാക്ട് പഠിക്കുന്നത്. ഓക്കെ. റിയാക്ട് പഠിക്കുന്ന ഫസ്റ്റ് മന്ത് ആ ടൈമിൽ തന്നെ ചെയ്ത പ്രൊജക്റ്റാണ്. ഇത് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈവ് എക്സ്പീരിയൻസ് അങ്ങനെ ആ പ്രൊജക്റ്റ് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് അത് ഇറക്കി. അത് ലോഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത്, ചോദിച്ച ഫ്രണ്ട്സിന് എല്ലാം അത് കൊടുത്ത്. അതൊരു സിമ്പിൾ കാറ്റലോഗ്. അതിപ്പോഴും ലൈവാണ് ആ പ്രൊജക്റ്റ്. ഓക്കെ. അതിൽ sav.in അതിൽ കയറി കഴിഞ്ഞാൽ ഫോൺ നമ്പർ, സ്റ്റോർ നെയിം അടിച്ചു കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യാം. എന്നിട്ട് അതുപോലെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിളും ഭയങ്കര ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. ഓക്കെ.
അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിനായിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിനായിട്ട് അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല. അത് മാർക്കറ്റ് ചെയ്തത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് മാത്രം. ഇൻസ്റ്റാപ്രനേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പ്ലേസ് ചെയ്തത്. ശരി, ഓക്കെ. അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കിരാണ സ്റ്റോഴ്സിന് യൂസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടി കുറച്ച് പോസ്റ്റുകൾ ഉണ്ടാക്കി അപ്പോഴും നമ്മളെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മളെ കൺസെപ്റ്റും അല്ലെങ്കിൽ കസ്റ്റമറോട് ഇതിന് എക്സ് എമൗണ്ട് തരണം എന്ന് പറയാൻ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ നമ്മളെ മൈൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗൂഗിൾ ചെയ്യുന്ന പോലെ ഗൂഗിൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിലും അല്ല അത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഗൂഗിൾ പേ കുറേ ആൾക്കാർക്ക് കൊടുത്ത് ഇപ്പോൾ ഇവരൊക്കെ യൂസർ അക്വയർ ചെയ്യുന്നൊരു മോഡലുണ്ട്. നമ്മളിപ്പോൾ 0 to 1 ബുക്ക് വായിക്കുന്നുണ്ട്, ആ ടൈമിൽ ഗ്രോത്ത് ഹാക്കിങ് വായിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് ഈ പറഞ്ഞ സോ കോൾഡ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു മെൻറ്ററൊന്നും അന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇറക്കി, പക്ഷേ ആൾക്കാരോട് പേ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അത് എക്സ്റ്റെൻസീവ് അത് കോൾഡ് കോൾ ചെയ്യാനൊക്കെ ഒരു പേടിയാണ്. കാരണം ഇതുവരെ ചെയ്തിട്ടില്ല ആൾക്കാരോട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറയാൻ. അപ്പോൾ നമ്മൾ വളരെ സട്ടിലായിട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ പേഴ്സണലി ഇൻസെക്യൂരിറ്റി ഉണ്ടോ അതൊക്കെ ഞങ്ങൾ മാർക്കറ്റിങ്ങിലും കാണിച്ചാണ്. അതായത് നമ്മൾ കുറച്ചൊരു ഇൻട്രോവേർട്ടഡ് ബിഹേവിയർ ഉള്ള ആൾക്കാരാണെങ്കിൽ രണ്ടാളും പൊതുവെ, ഞാനാണ് കുറച്ചുകൂടിയും പിന്നെ ഒരു ഇതുള്ളത്. നമ്മൾ നാസിമ് കുറെ കൂടി ഇൻട്രോവേർട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ മാർക്കറ്റിങ്ങിൽ കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ആൾക്കാരോട് പുഷ് ചെയ്യൂല, സെയിൽസിന് പുഷ് ചെയ്യൂല. അങ്ങനെ വളരെ ഒരു ലോ ആയിട്ട് കീപ്പ് ചെയ്ത് അങ്ങനെ പ്രൊഡക്റ്റ് അങ്ങനെ റൺ ചെയ്തു. ഞാൻ കുറച്ച് പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലിടും. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൽ പവേർഡ് ബൈ sav.in എന്ന് കൊടുത്തു ഓരോ സ്റ്റോറിലും. അപ്പോൾ ശരിക്കും ആ പ്രോഡക്റ്റ് വാലിഡേറ്റഡ് ആയിരുന്നു. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് യൂസർ ഇങ്ങോട്ട് വരും. അതായത് നമ്മളൊരു ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് യൂസേഴ്സ് നമുക്കിതിൽ സൈനപ്പ്, ഒരു മാനുവൽ സൈനപ്പ് അതിലില്ലായിരുന്നു അന്ന്. ഓക്കെ. അതായത് ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് അക്കൗണ്ട് വേണമെന്ന് പറയും. പിന്നെ നമ്മൾ സൈനപ്പ് കാര്യങ്ങൾ വെച്ചു. പിന്നീട് അപ്പോൾ അങ്ങനെ ആ പ്രോഡക്റ്റ് റൺ ചെയ്ത് ആ പ്രോഡക്റ്റാണ് പിന്നെ നമ്മളൊരു ഫസ്റ്റ് സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് 100 യൂസർ കിട്ടി. അപ്പോൾ ഓരോ ചെറിയ ചെറിയ മൈൽ സ്റ്റോണുകളൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തില്ല, ഫോക്കസ് ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത ഡൗട്ട് വരൽ തുടങ്ങി. ഈ ഇന്ത്യ പോലത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് ഒരു വലിയ കമ്പനി ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതൊക്കെ വരുന്നത് മറ്റടുത്ത് നിന്ന് നമ്മൾ വലിയ വലിയ ന്യൂസുകൾ കാണുകയും വലിയ മാർക്കറ്റിലാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് മനസ്സിലാവുകയും. അത് ഈ പറഞ്ഞ 1000 സ്റ്റോറ് 200 rupees പേ ചെയ്താൽ ഉള്ള റവന്യൂവിനെ കുറിച്ച് ചിന്തിക്കുക. അതായത് നമ്മൾ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും റവന്യൂ ഉണ്ടാക്കാം, പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് തോട്ട് വേണ്ടത്. അപ്പോൾ അതില്ലാതെ നമുക്കൊരു വലിയ നമ്മൾ തന്നെ ഹൈപ്പോത്തിസിസ് വാലിഡേറ്റ് ചെയ്യട്ടെ. നമ്മൾ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല, മാർക്കറ്റ് ചെയ്യാൻ ഒരു എക്സ്റ്റെൻറ്റീവ്ലി നോക്കിയിട്ടില്ല. എന്നാൽ നമ്മൾ തന്നെ തീരുമാനിച്ചു ഓക്കെ ഈ പ്രൊഡക്റ്റിന് ലൈഫില്ല, ഇത് അത്ര വലിയ രീതിയിൽ എത്തൂല, നമ്മൾ വിചാരിച്ച ലെവലിൽ നമുക്ക് എക്സിറ്റ് കിട്ടൂല. എന്നിട്ട് നമ്മൾ അതിലത്തെ എഫേർട്ട് കുറയ്ക്കുകയും പിന്നെയും ഡിസ്ട്രാക്റ്റഡ് ആയി ഇനി എന്ത് ചെയ്യുക, അടുത്ത പ്രൊഡക്റ്റ് എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ തന്നെ പോഡ്കാസ്റ്റിൽ വന്ന ഷിയാബ് ഉണ്ടല്ലോ, ഓരോ ഷോപ്പ് ഡോക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്, നാസിമും. അപ്പോൾ അവിടുന്ന് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു കമ്പനിയിലത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാം കിട്ടി. പിന്നെ ഒരു പോയിന്റിൽ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അടുത്ത് എന്താ ചെയ്യുക, ആ ടൈമിൽ തന്നെ എന്ത് റബിയോ എന്നാണ് ഷോപ്പിഫൈയിൽ ഒരു ആപ്പ്, നാസിം ഇങ്ങനെ ഒരു ആപ്പ് ചെയ്യുന്നുണ്ട്. ഷോപ്പിഫൈയിൽ ആൾക്കാർക്ക് വീഡിയോ റിവ്യൂസ് കളക്ട് ചെയ്യാനുള്ള ഒരു എംബഡ് ചെയ്യുക, ഓരോ സ്റ്റോറിലേക്ക് ഈ പറഞ്ഞ ടിക്ടോക്ക് വീഡിയോസ് എംബഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ആപ്പ് ചെയ്യാം. അതിന് നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്ക്, അപ്പോഴേക്ക് ഞാൻ സാവിൽ പേയ്മെൻറ്റ് വെച്ചിരുന്നു. അതായത് ലേറ്റായിട്ട് മാർക്കറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ അതിലിനി ഒരാൾ കയറുകയാണെങ്കിൽ 99 rupees മന്ത്ലി പേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് അതിന്ന് ആൾക്കാർ കുറച്ച് പേ ചെയ്യൽ തുടങ്ങി. അല്ല 10 10 കസ്റ്റമർ പേ ചെയ്യൽ തുടങ്ങി. പക്ഷെ അപ്പോഴേക്ക് നമ്മൾ അതിലേക്കുള്ള വിഷന് മരിച്ചുപോയി. അതായത് ലോങ് ടേം ഗോൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് നിർത്തിപ്പോയി. അപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് വെച്ച് ഇങ്ങനെ $10 എന്ന് പറഞ്ഞ് വെക്കുകയും, അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ മാർക്കറ്റ് പ്ലേസ് ആണല്ലോ, അതിൻ്റേതായ രീതിയിലുള്ള സൈനപ്പ് കിട്ടുകയും ചെറിയ റവന്യൂ ഒക്കെ കിട്ടി. പക്ഷേ അത് എക്സ്റ്റെൻസീവ്ലി മാർക്കറ്റ് ചെയ്തില്ല. ഓക്കെ. അത് ഈ പറഞ്ഞ പോലെ ലാക്ക് ഓഫ് ഫോക്കസ് ആണ് അതിലും സംഭവിച്ചത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൊഡക്റ്റിൽ ഓൾ ഇൻ ആയിട്ട് പോവുകയും റിലീജിയസ് ആയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നില്ല. ഇങ്ങനെ വാണ്ടറിങ് ആണ്, പുതിയ ഓപ്പർച്യൂണിറ്റി അക്കരപ്പച്ച എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത്, അതായത് നാസിമിൻ്റെ ഫാദറിൻ്റെ കമ്പനി ഉണ്ട് ഇവിടെ UAE. അതാണ് നമ്മൾ UAE ലിങ്ക് എന്ന് പറയുന്നത്. നാസിമിൻ്റെ ഫാദറിൻ്റെ ഇവിടെ ഒരു ക്ലീനിങ് കമ്പനി ഉണ്ട്, പെസ്റ്റ് കൺട്രോൾ കമ്പനി ഉണ്ട്. അപ്പോൾ അവർ ഇവിടേക്ക് വേണ്ടി സൊല്യൂഷൻസ് ഇവർ ഈ പറഞ്ഞ പോലെ കുറേ പേപ്പറിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർ, അതായത് കുറേ കൊട്ടേഷന് ക്രിയേറ്റ് ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ മാർക്കറ്റിൽ വേറെ കുറേ അമേരിക്കയിൽ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഇതൊക്കെ ജോബർ എന്ന് പറഞ്ഞിട്ട് ഈ ക്ലീനിങ് കമ്പനീസ്, ഇങ്ങനത്തെ കമ്പനീസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു സൊല്യൂഷന് ഇവിടെ അവൻ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞൊരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീം ലീഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ വേറെ മാർക്കറ്റിംഗ് ഔട്ട്സോഴ്സ് ചെയ്ത ആൾക്കാർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ രീതിയിൽ പിന്നെ ഞാനൊരു റിമോട്ട് വർക്ക് അതിന് ശേഷം ചെയ്ത് ഞാനൊരു ഓസ്ട്രേലിയത്തെ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇവിടുന്ന് റിമോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇമ്പൾസിൽ. ഞാൻ ആ ഒരു ഇതിൽ അങ്ങനെ പോകുന്നത്. അപ്പോഴൊക്കെ നമ്മൾ പ്ലാൻ ഉണ്ടായത് നാട്ടിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പ്രൊജക്റ്റ് തുടങ്ങും എന്നുള്ളതാണ് നമ്മളെ പ്ലാന്. ശരി. അവനൊരു 6 months 7 months ഇവിടെ അങ്ങനെ ചെക്കായി. ഞങ്ങൾ 2 മാസം എന്ന് വിചാരിച്ച് ഇങ്ങനെ 7 month ആയി. അപ്പോഴാണ് ഞാനും അതിനനുസരിച്ച് ഓരോ ഷെഡ്യൂൾ ചെയ്ത് പിന്നീട് നമ്മൾ നാട്ടിലെത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളൊരു ഐഡിയ ഇതാണ്, അതായത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഗ്രോത്ത് ആക്കുകയും ഐഡിയാസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുന്നു. അതായത് എപ്പോഴും ഒരു ഐഡിയ ഒരു ദിവസം ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ ഒരു പ്രോബ്ലം കണ്ട് വരിക, അങ്ങനെ അല്ല എല്ലാ പ്രൊഡക്റ്റും സ്റ്റാർട്ട് ചെയ്യില്ല. അതൊരു മിത്താന്ന് എനിക്ക് തോന്നി. അതായത് ചില കാര്യങ്ങൾ നമ്മൾ അടുത്ത ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലം തപ്പിപ്പോയി കഴിഞ്ഞാലും നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ടൈം എക്സിറ്റ് ചെയ്ത ഫൗണ്ടേഴ്സൊക്കെ അടുത്ത പ്രൊജക്റ്റ് എപ്പോഴും തുടങ്ങുന്നത് അവർക്കറിയാം ഇതാണ് മെത്തേഡ് എന്ന് അവർക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സറൗണ്ട് ചെയ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല പ്രോബ്ലംസും അതിൻ്റെ സൊല്യൂഷൻസും വരും. അപ്പോൾ അതായിരുന്നു നമ്മളൊരു സാധനം, നമ്മൾ സറൗണ്ട് ചെയ്ത് നിൽക്കുക. നമ്മളപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് ഒരു റൂം എടുത്ത് എന്നിട്ട് നമ്മൾ ഡെയിലി അവിടെ വരും. നമുക്കൊരു ഡെഫിനിറ്റ് സംഭവമൊന്നുമില്ല, അതായത് എന്നാലും നമ്മളവിടെ വന്നിരുന്നിട്ട് ചെയ്യും. നമ്മൾ ഫ്രീലാൻസ് എല്ലാം ചെയ്യും. വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കും, ആപ്പ് ബിൽഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ ക്ലയൻസിനെ കിട്ടിയിരുന്നു. ക്ലയൻസ്, അതായത് എനിക്ക് ഈ പറഞ്ഞ പോലെ ക്ലയൻസിൻ്റെ ആക്സസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ എന്നോട് ചോദിക്കും, ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ ഫീൽഡിലാണ് എന്നുള്ളത്. ആൾക്കാരുടെ വിചാരം എന്തോ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെയാണ് എൻ്റെ റിഗ്രറ്റ്. അതായത് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. അതായത് ഞാൻ ആൾക്കാരെന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ലെവലിൽ അന്നൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ ഈ സാവ് ചെയ്യുന്നുണ്ട്, നമ്മളെ സറൗണ്ടിങ്ങിൽ ആൾക്കാർക്ക് എന്താണ് ഓക്കെ ഇവരിങ്ങനെ സാവ് ചെയ്യുന്നുണ്ട് ഇതുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കറക്റ്റ് അറിയാം ഞങ്ങൾ ഈ ഫോക്കസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗിൽട്ടൊക്കെ ഉണ്ട്. നമുക്കൊരു റിയൽ ആയിട്ടൊരു പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷനിൽ എനിക്ക് ഓൾറെഡി എൻക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ട്, വെബ്സൈറ്റ് ചെയ്യാൻ ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന എടുത്ത് വേർഡ്പ്രസ് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ ബ്രദർ ഉണ്ട്, ആൾ ഈ പറഞ്ഞ എൻ്റെ ഇതേ പാത്തിൽ വന്ന് MM കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പോയി. അവന് ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരികയും ഇത് പഠിക്കുകയും ചെയ്തിട്ട് നല്ല കോഡ് ചെയ്യും. അനിയനാണ് ഇപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ റൂം എടുത്ത് ഇങ്ങനെ നിന്ന് അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്കഷനിലുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ CRM, അതായത് നമുക്ക് UAE മാർക്കറ്റ്, നാസിമോടെ വന്ന് പോയി. ഞാനും ഇതിൻ്റെ ഇടപെടെ വിസിറ്റ് ചെയ്തു. നാസിമോടുള്ള ടൈമിൽ തന്നെ ഞാനൊരു വട്ടം വിസിറ്റിന് ഇങ്ങോട്ട് വന്ന് വെറുതെ വന്ന് ഞാനിവിടെ ജസ്റ്റ് വെറുതെ വന്ന് ഒരു 15 ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്ന്. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും പോയി നോക്കും. അതായത് മൊത്തത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ അപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ UAE മാർക്കറ്റിൽ ടെക്കിൻ്റെ നല്ലൊരു സ്പേസ് ഉണ്ടെന്ന്. അതായത് UAE നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്യുന്ന ദുബായ് നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ശരിക്കും അതായത് ഒരു കുറച്ച് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ല മോഡേൺ സൊല്യൂഷൻസ് ഇവിടെ ആൾക്കാർ ഇപ്പോഴും കുറച്ചുകൂടി കൺവെൻഷനലും അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി ലെഗസി പ്രൊഡക്ട്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഞങ്ങളൊരു ഹൈപ്പോത്തിസിസ്. അതാണ് അതായത് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അത്ര ഫാൻസി ആയിട്ടോ അല്ലെങ്കിൽ മോഡേൺ സൊല്യൂഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആൾക്കാർ പേ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ UAEൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്പീഡിൽ ആൾക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ ആരാണോ കൊടുക്കുന്നത് ഓരോരുത്തർ കൊളാബറേറ്റ് ചെയ്യാൻ ഓൾറെഡിയാണ്. ഇന്ത്യയിൽ ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ എനിക്കൊരു 60 ദിവസം വേണമെങ്കിൽ UAEയിൽ അതൊരു 15 ദിവസത്തെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈം ഗ്യാപ്പ് ഒരു ഹൈപ്പോത്തിസിസ്, അതാണ് ഞാൻ ബിൽഡ് ചെയ്തത്. അപ്പോൾ UAE മാർക്കറ്റ് ഇതാണ് നമുക്ക് വേണ്ടത്. അതായത് റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ മറ്റേത് നിർത്താനുള്ള കാരണം എന്താ, ഇന്ത്യയിൽ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഇല്ല, നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റൂല എന്നുള്ളതാണ് ഞങ്ങൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, അത് വാലിഡേറ്റ് ചെയ്യപ്പെടാൻ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് UAE ആണ്. അതാണ് പ്രശ്നമെങ്കിൽ UAEയിൽ ഇനി നമ്മൾ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ മാത്രം പ്രശ്നമാണ്. കാരണം ഇവിടെ മാർക്കറ്റ് ഉണ്ട്, ആൾക്കാർ പേ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ആ ഒരു ഹൈപ്പോത്തിസിലാണ് UAEയിൽ നമുക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് CRM ചെയ്യാം. UAEയിൽ വിസിറ്റ് ചെയ്തുള്ളതാണ് ഈ ഒരു അതെ UAEയിൽ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഞാനോട് വിസിറ്റ് ചെയ്തപ്പോഴാണ് എന്തായത് അപ്പോൾ ഓക്കെ നമ്മളിങ്ങനെ ഡിസ്കഷൻ ഒന്ന് സീരിയസ് ആയത്. ഓൾറെഡി നമുക്കുണ്ട് നമുക്കിങ്ങനെ ചെയ്യാം, പക്ഷേ ശരിക്കും അതിൻ്റെ ഒക്കെ പോസിബിലിറ്റീസ് നാരോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലാണ്, ഞങ്ങൾക്ക് ഇവിടെ വേറെ പ്രത്യേകിച്ച് ബേസ് ഒന്നുമില്ല. അങ്ങോട്ട് വരുന്നെങ്കിൽ ഞങ്ങൾ ഫണ്ടിങ് ഇല്ല, ഞങ്ങൾ സപ്പോർട്ടൊന്നുമില്ല. അതൊന്നും റിയലിസ്റ്റിക് അല്ല. അപ്പോഴും അതൊരു ഡിസ്കഷൻ മാത്രമാണ്, വെറും ഡിസ്കഷൻ പോയിന്റ്സ് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ റിയലായത് പിന്നെ നാട്ടിൽ വരെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വരെ തന്നെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്ന് ഈ നാസിൻ്റെ ഫാദറിൻ്റെ കമ്പനി ആവശ്യത്തിന് വേണ്ടി പോലെ ബ്രദറൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് രണ്ടാളോടി വന്ന് ഇതിനായിട്ട് വന്ന് അങ്ങനെ വന്ന് ആ ഒരു 2 മാസം ഞങ്ങൾ ഓൾക്ക് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി. പിന്നെ ഞങ്ങൾ നമ്മളെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുത്ത് നമ്മളിവിടെ വന്നിട്ട് ക്രീക്ക് ലൈബ്രറി പോയിരിക്കും.
അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ഓക്കെ നമ്മൾ ബേസ്ഡ് CRM ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ആൾക്കാർക്ക് ഫസ്റ്റ് CRM കൊടുക്കുക എന്നുള്ളത്, പ്രോപ്പർ CRM ബിൽഡ് ചെയ്യുക. അതായത് നമ്മൾ കണ്ട നമ്മൾ പ്രൊഡക്ട്സിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞറിയാതെ നമ്മൾ നല്ല ഇൻറ്റ്യൂറ്റീവ് നല്ല യൂസർ എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും കിട്ടുന്ന റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സ്. ആൾക്കാർക്ക് ഇൻറ്റ്യൂറ്റീവാണ്, ആൾക്കാർക്ക് നല്ല യൂസർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളാണ് ചിന്തിക്കുന്നത്, ആൾക്കാർക്ക് പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. ഫീച്ചർ എന്തെങ്കിലും വെച്ച് ബ്ലോട്ട് ചെയ്യാതെ പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് എൻജോയ് ചെയ്യണം വർക്ക് ചെയ്യുന്നത്. നമ്മളിതിൻ്റെയൊക്കെ എൻഡ് യൂസർ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ CRM ആണ് ഫസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ CRM ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് അറിയുന്ന ആൾക്കാർ, ഇവിടെ ഉള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനതിൽ ഒരാളെങ്ങനെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ സാധനം ബിൽഡ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ആൾ ഓൾറെഡി കോയിൻസിഡൻസിലി ഓൾറെഡി പ്രൊഡക്റ്റിന് തപ്പാണ്. ഓൾറെഡി ഈ പറഞ്ഞ പോലെ പ്രോബ്ലം ഫേസ് ചെയ്യാൻ, അതായത് കമ്പനിയിൽ ഒരു സെയിൽസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ഫീൽഡ് വർക്കേഴ്സ് പോകുന്നുണ്ട്, പക്ഷെ ഒന്നും എഫിഷ്യൻ്റ് അല്ല. ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഞാൻ ആളെടുത്ത് ഒരു മീറ്റിംഗ് പറഞ്ഞു. ഞാൻ അബുദാബിക്ക് പോയി, ഞാൻ നാസിമും പോയി. ഞങ്ങൾ അബുദാബിയാണ് ബിസിനസ്. അപ്പോൾ ഞങ്ങൾ അബുദാബി പോയി ആളെ പ്രോബ്ലംസ് ഒക്കെ കേട്ട് ഇങ്ങനെയാണ് പ്രശ്നം, സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് ആരെത്ര സെയിൽസ് കൊണ്ടുവന്ന്, പിന്നെ കൊട്ടേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അതായത് ഒരു ഈ പറഞ്ഞ ആൾക്കാർ കുറച്ചുകൂടി ടെക്കിൽ അഡ്വാൻസ്. അതായത് ഇവർ ഓൺലൈൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് കയറിയിട്ട് ഇൻവോയ്സ് അതിന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു SaaS യൂസ് ചെയ്യുന്നുണ്ട്, നല്ല പേയും ചെയ്യുന്നുണ്ട് ആ SaaS. ഫീൽഡ് വർക്ക്, അതായത് ജോബ് ഷെഡ്യൂൾ ചെയ്യുക, അതായത് വർക്കേഴ്സിന് നാളെ ഇവിടെ പോയിട്ട് വർക്ക് ചെയ്യണം, ഈ വർക്ക് ആണ് ഓരോരു തലവേദന. അതുപോലെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കലണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരാൾ പറ്റുന്ന രീതിയിൽ എഫിഷ്യൻ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ഐഡിയൽ കസ്റ്റമറാണ്. അതായത് ടെക് അഡോപ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ സയൻസ് പോലെ കാണിച്ച്, എന്നാലും പ്രോബ്ലം അവിടെ എക്സിസ്റ്റിംഗ് ആണ്. കാരണം കണക്റ്റഡ് എക്സ്പീരിയൻസ് അല്ല, എഫിഷ്യൻ്റ് അല്ല, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ഈ പ്രോഡക്റ്റ് ഒന്നും പർപ്പസ് ബിൽട്ട് അല്ല. ഒരു പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ ഇൻവോയ്സ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇൻവോയ്സ് ഇങ്ങനെ അടിക്കുന്നു, പക്ഷേ അതിൽ ജസ്റ്റ് സേക്ക് ഓഫ് ഇൻവോയ്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാനേ പറ്റൂ. അതിൻ്റെ ഒരാളെ ബാലൻസസ് എടുക്കുക, കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു അക്കൗണ്ടിങ്ങിന് ഡിഫറെൻറ്റ് മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്, ടാലി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓലോട് പറഞ്ഞു ഓക്കെ, അന്ന് നമ്മളെ കാണിച്ചു കൊടുക്കാൻ MVP ഉണ്ട്. MVP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഫങ്ഷണലല്ല, UAE ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ രണ്ടാളോട് UAE ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ CRMൻ്റെ UAE ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് വരിക, ഈ രീതിയിലാണ് ഈ മൊഡ്യൂൾസ് ഒക്കെ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് സെയിൽസ് ഇങ്ങനെ ട്രാക്ക് ചെയ്യാം, ഇതാക്കാന്ന് പറഞ്ഞു. CRM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ട്രാക്ക് ചെയ്യാന്നുള്ളത്. അതെ, CRMൽ ഞാൻ കാണിച്ചു കൊടുത്തു എങ്ങനെ ലീഡ്സ് വരും, എങ്ങനെ അത് സെയിൽസ് ഓരോരുത്തർക്ക് ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയിലുള്ള UAE വെച്ച് കാണിച്ചു കൊടുത്ത്. ഇല്ലാത്തത് ഞാൻ ഇവിടെ ടാബ് ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ, ഓൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ്. അതാണ് ഫസ്റ്റ് വാലിഡേഷൻ. അതായത് നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് ഈ സൊല്യൂഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് കറക്റ്റ് കിട്ടിയ എല്ലാ മൊഡ്യൂൾസും. അപ്പോഴാണ് നമ്മൾ ഓക്കെ എന്നാൽ നമുക്ക് ഫീൽഡ് സർവീസ് ആഡ് ചെയ്യുക. കാരണം ഫീൽഡ് സർവീസ് ഇവിടെ കുറേ പെസ്റ്റ് കൺട്രോൾ കമ്പനീസ് ഉണ്ട്, ക്ലീനിങ് കമ്പനീസ് ഉണ്ട്, ടെക്നിക്കൽ സർവീസ് കമ്പനീസ് ഉണ്ട്, മെയ്ഡ് സർവീസ് കമ്പനീസ് ഉണ്ട്. ഇവർക്കൊക്കെ ആവശ്യമുള്ളതാണ് എന്ത്, ഷെഡ്യൂളിങ്. അതായത് നാളെ ഇയാൾ എവിടെ വർക്ക് ചെയ്യും, ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട്, അതായത് മറ്റേതുപോലെ മൈൻഡിലോ പേപ്പറിലോ ഉള്ളത് ഈ വർക്കേഴ്സ്, ഇവരുടെ റിസോഴ്സ് അലൊക്കേഷൻ അറിയില്ല, നാളെ ഫുള്ളാണോ എന്നറിയില്ല, അതൊന്നും ഇവർക്ക് അറിയില്ല. കുറേ ഗസ്സിങ് ആണ് വർക്ക്. അപ്പോൾ നമ്മൾ ആ ഫീൽഡ് സർവീസ് മൊഡ്യൂൾ, നമുക്ക് ഓൾറെഡി ഫീൽഡ് സർവീസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഇവരെ കമ്പനിയിൽ നമുക്കറിയാം. അതെ, നമുക്ക് അവിടെ പോയിരുന്നാൽ ഓക്കെ പ്രോബ്ലംസ് അറിയാം, എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് കറക്റ്റ് അറിയാം. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ട്സ് ഉണ്ട്, ജോബർ, അങ്ങനത്തെ ഈ പറഞ്ഞ മാർക്കറ്റിൽ വേറെയും കുറേ മൈക്രോസോഫ്റ്റിൻ്റെ 365 അതിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്. അങ്ങനത്തെ നമ്മൾ പ്രൊഡക്ട്സ് ഇങ്ങനെ തപ്പും, ഓരോ പ്രൊഡക്ട്സ് അതിലുള്ള ഫീച്ചേഴ്സ് നോക്കും. പിന്നെ ഇവിടെയുള്ള ലോക്കൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ജോബറിലുള്ള പ്രശ്നങ്ങളും സോൾവ് ചെയ്ത്, ജോബർ കുറച്ചുകൂടി ഗ്ലോബലായിട്ട് ബിൽഡ് ചെയ്ത പ്രൊഡക്റ്റാണ്. അത് UAE പോലത്തെ മാർക്കറ്റ് പർപ്പസ് ബിൽട്ട് അല്ല, കുറേ കാര്യങ്ങൾ മിസ്സിങ് ആണ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഈ ഫീൽഡ് സർവീസിൻ്റെ മൊഡ്യൂൾ ബിൽഡ് ചെയ്ത്, എന്നിട്ട് നമ്മളൊരു 2 month ആ ടൈമിൽ നമ്മൾ ഈ ആൾക്ക് സൊല്യൂഷൻ കൊടുത്ത് ഓക്കെ ഇത് ഇങ്ങനെ കൊടുത്തിട്ട്, അപ്പോഴും ഫുൾ 100% അല്ല, സൊല്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള രൂപത്തിലാക്കി ഫുൾ ട്രെയിനിങ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഒരു ഫസ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് വന്ന്, പിന്നെ ഒരു 15-20 ദിവസം ഞാൻ ഇംപ്ലിമെൻറ്റേഷൻ പീരീഡ് കൊടുത്തിട്ട്, ആ ഇംപ്ലിമെൻറ്റേഷൻ പീരീഡിൽ ഞാൻ എല്ലാവരെയും ട്രെയിൻ ചെയ്ത് കൊടുത്ത് ഒരു ഫുൾ പേയ്മെൻറ്റ്. അതായത് ഫസ്റ്റ് നമ്മൾ ചാർജ് ചെയ്ത് 4200 AED ആണ് 1 ഇയറിനേക്ക്. അത് ഒരു ഫസ്റ്റ് ഇയറിൽ തരികയും ചെയ്ത് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വലിയ വാലിഡേഷനാണ്. ഓക്കെ, അപ്പോൾ
ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റേ കമ്പനി രജിസ്ട്രേഷൻ. അതായത് ഓക്കെ പ്രൊഡക്റ്റ് വാലിഡേറ്റഡ് ആയി, നമുക്ക് ഒരു മിനിമം പ്രൊഡക്റ്റും കിട്ടി, ഓക്കെ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ അപ്പോൾ തന്നെ ഉണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ പറയുന്നത് ഓക്കെ ഇവിടെ സീരിയസ് ആയല്ലോ, അപ്പോൾ നമ്മളിനി വെറുതെ സംസാരിക്കല്ല, കാരണം പ്രൊഡക്റ്റായി ഒക്കെ ആയി, ഇനി സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണണം. അപ്പോൾ കമ്പനി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് UAE ഇവിടെ ആൾക്കാർ ഒരു ഓഫീസ് പോയി കഴിഞ്ഞാൽ ഒരു ചോദിക്കും നിങ്ങൾ കമ്പനി രജിസ്റ്റേർഡ് ആണോ, കമ്പനി ലൈസൻസ് ചോദിക്കും. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ വിസ വേണം. അപ്പോൾ വിസിറ്റിലാണെങ്കിൽ ഒരുവിധം ചില ഓഫീസുകളിലേക്കൊന്നും നമുക്ക് എമിറേറ്റ്സ് ID കാണിക്കാതെ കയറാൻ പറ്റില്ല, കോംപ്ലക്സുകളിലൊക്കെ ഉള്ള അങ്ങനത്തെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഇത് ഒന്നുമില്ലാണ്ട് നിങ്ങളെങ്ങനെ ചെയ്യും, ആൾക്കാരെ ചോദിക്കും, നിങ്ങളെ കമ്പനി ബാങ്ക് അക്കൗണ്ട് ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സാമ്പത്തിക സ്ഥിതി അതിനെ ആ ഒരു സമയത്ത് അലോ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോരുത്തർ 30,000 വരെ കോട്ട് വന്ന ആൾക്കാരുണ്ട്. പല രീതിയിലുള്ള കോട്ടുകളാണ് കമ്പനി രജിസ്ട്രേഷൻ തരുന്നത്. അപ്പോൾ അത് ഫിഗർ ഔട്ട് ചെയ്യേണ്ട. നമുക്ക് സജഷൻ തരുന്ന ആൾക്കാരാണെങ്കിലും പറയുന്നത് എല്ലായിടത്തുനിന്നും കോട്ട് എടുത്ത് നോക്ക്, കോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫിഗർ, അല്ല ആർക്കും ഒരു കറക്റ്റ് ആൻസർ ഒന്നുമില്ല, ഈ ഇവിടെ അവിടെ നിന്ന് കറക്റ്റ് കിട്ടും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ മൈൻഡിലുണ്ട്. അങ്ങനെ ഒരു ദിവസം തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അബുദാബി തന്നെ ഞാൻ അറിയുന്ന ഒരാളിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ടെക്കിൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിന് എന്തോ ഒരു പ്രശ്നമാണ്, വന്ന് നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും എന്ത് ഇതിന് ഇങ്ങോട്ട് വിളിച്ചാലും ഞാൻ പോകും. അതായത് എൻ്റെ സ്കോപ്പ് കവർ ചെയ്യുന്നതാണെങ്കിലും ഇനിയിപ്പോൾ എൻ്റെ ആ ടൈമിൽ എൻ്റെ ടൈം ബെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യാറ് എന്തിലേക്ക്, എന്നാലും ഞാനത് ചെയ്യും, ചെറിയ കാര്യമാണെങ്കിലും ചെയ്യും. കാരണം നമുക്ക് ഈ അൺസർട്ടൈനിറ്റി എന്ന് വരുന്ന ഔട്ട്കം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് അതൊക്കെ ബെറ്റ് ചെയ്യാൻ പറ്റും, കാരണം നമ്മളൊരു കോൺക്രീറ്റ് പ്ലാൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അൺസർട്ടൈൻ ആയിട്ട് എന്തൊക്കെ സിറ്റുവേഷൻസ് വരും നമ്മൾ അവിടെയൊക്കെ നമ്മളെ പ്ലേസ് ചെയ്യാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മളെ എത്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് എന്തിനാ പോകുന്നത് നമ്മളിപ്പോൾ ഉള്ളവരെ ചോദിച്ചിട്ടുണ്ടാക്കുക, ഇതൊരു നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ, വിയേർഡായിട്ടുള്ള റിക്വസ്റ്റ് ആണല്ലോ എന്ന്. പക്ഷേ ഞാൻ അടുത്ത് പോയി, ഞാനന്ന് ടാക്സി എടുത്താൽ മതി, ഇവിടെ മഴയുള്ള ടൈം അത്. അപ്പോൾ ടാക്സി എടുത്തിട്ട് എന്നോട് പറഞ്ഞു ടാക്സി എടുത്തു, ആൾക്ക് അത്ര അർജൻറ്റാ അത്. അപ്പോൾ ഇനി ടാക്സി എടുത്ത് വന്ന പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടാക്സി എടുത്ത് പോയി ദുബായിന്ന് അബുദാബിയിലേക്ക്. അപ്പോൾ കുറേ റോഡ് ക്ലോസ്ഡാണ്, ഷെയ്ഖ് സായിദ് റോഡ് അവിടെ ചെയ്തിട്ട് അവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടുന്ന് വേറൊരു ഇതിൽ കൂടെ അവർ വന്ന് നടുവ് നിന്നെ പിക്ക് ചെയ്ത് അവർ കൊണ്ടുപോയി. അപ്പോൾ ചെറിയ കാര്യമാണ്, പക്ഷെ ആൾക്കത് അർജൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി ആളെ ഇതൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ ആളിങ്ങനെ സംസാരിക്കൽ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ കാരണം ഒരു ടൈപ്പിംഗ് സെൻറ്റർ നടത്തുന്ന ആളാണ്, ടൈപ്പിംഗ് സെൻറ്റർ ഗോൾഡൻ വിസ എടുത്ത് കൊടുക്കുക. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു കമ്പനി രജിസ്റ്റർ ചെയ്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ചെയ്തില്ല. അപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് അപ്പം വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നാണ് എൻ്റെ ഉള്ളത്, ഒന്നെങ്കിൽ ഫണ്ട് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ആളെ പ്രോബ്ലംസ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ ശരിക്കും അബുദാബി ഇങ്ങനെ ഒരു റൂം എടുത്ത് അയാൾക്ക് 2 അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവിടെ. ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് എന്താ വെച്ചാൽ ഓലെ വർക്കേഴ്സ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എടുക്കുന്നത് പോയി അവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നതെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് അവിടെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ അവളോട് ചോദിച്ചു ഇങ്ങനെ കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യൽ. അപ്പോൾ പറഞ്ഞു അത് വേർഡിൽ ടെംപ്ലേറ്റ് ആണെന്ന് പറഞ്ഞു, അതിന്ന് ക്രിയേറ്റ് ചെയ്യലാണ്. ഇൻവോയ്സ് എക്സൽ ഷീറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ്, കൊട്ടേഷന് ഇങ്ങനെ അടിക്കുക, ഫോണിൽ നിന്ന് അടിക്കുക, നമ്മൾ ബിൽഡ് ചെയ്ത ടൈമിൽ തൊട്ടിട്ട് നമ്മൾ മൊബൈൽ ആപ്പ് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു നമ്മളത്. കാര്യങ്ങൾ ഈസി ആണോ, അപ്പോൾ മൊബൈൽ ആപ്പിൽ നിന്ന് എടുക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം, നിങ്ങളെ പ്രൊജക്റ്റ് ഇങ്ങനെ ട്രാക്ക് ചെയ്യുക, അതായത് ഒരു ആപ്ലിക്കേഷന് ഏത് സ്റ്റാറ്റസിലെത്തി എന്നുള്ളത് ഇങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ എനിക്കത് വേണം, എനിക്കത് ചെയ്യണം എന്നാണ്. കാരണം ആൾക്കൊന്ന് വലിയ പെയിൻ പോയിന്റാണ്. പിന്നോട് ഇതിൻ്റെ പ്രൈസിങ് ചോദിച്ചു, എനിക്ക് പ്രൈസിങ് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ. അതായത് ഇപ്പോൾ ഫീൽഡ് സർവീസ് അതിനൊക്കെയാണ് 4,200 350 പെർ മന്ത് പറഞ്ഞ്. ഇതെങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു 5,000 പറഞ്ഞു മൈൻഡിൽ നിന്ന് എടുത്തിട്ട് പോകണം കോട്ടയം വിചാരിച്ചിട്ട്. അപ്പോൾ ആളോ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നുള്ള പറഞ്ഞു രജിസ്ട്രേഷൻ്റെ ആളിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ചെയ്യാം, ഇതാക്കേണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആളപ്പോൾ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എന്താ നിങ്ങളെ കമ്പനി പേര് നോക്കുന്നത്, ഹെഫിൾ എന്ന് പറഞ്ഞു. ഹെഫിൾ മാത്രം കിട്ടില്ല, ഞാൻ അടുത്ത് വേറെ എന്തെങ്കിലും ആലോചിക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ ഹെഫിൾ ഹോൾഡിങ്സ് എന്ന് ഞങ്ങളിങ്ങനെ വെറുതെ പറയലുണ്ട്, പാരന്റ് കമ്പനി പറഞ്ഞു ഹോൾഡിങ്സ് കിട്ടൂല, അത് ഇങ്ങനത്തെ LLC കമ്പനി കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എടുത്ത് നോക്കി പറഞ്ഞാണ് വെഞ്ചേഴ്സ്. അപ്പോൾ ഹെഫിൾ വെഞ്ചേഴ്സ് LLC എന്നാണ് നമ്മളെ ലൈസൻസിൻ്റെ പേര്. അപ്പോൾ ആളത് ടൈപ്പ് ചെയ്ത് അപ്ലിക്കേഷൻ കൊടുത്ത്
അത് ഞാൻ അവിടെ നിന്ന് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ആളെനിക്ക് എനിക്ക് ഫോണിൽ മെസ്സേജ് ആണ് അപ്ലൈ ചെയ്താണ് ലൈസൻസ് പറഞ്ഞെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് കാര്യം അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ട് ഇപ്പോൾ അത് വേറെ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ് പെട്ടെന്ന് ഒരാളെ നമ്മൾ ഈ രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, നമുക്കതൊരു ആ ഒരു അൺസർട്ടൈനിറ്റിയിൽ ഞാൻ അവിടെ പ്ലേസ് ആയതുകൊണ്ടാണ് ആ ഒരു സംഭവം നടന്നത്. അപ്പോൾ അപ്പോഴും വിസ ആയിട്ടില്ല, ലൈസൻസ് ഇറക്കി ഞാൻ അങ്ങോട്ട് ബില്ല് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴും ഞാൻ സ്കെപ്റ്റിക്കൽ, അത് ക്യാൻസൽ ചെയ്യാൻ പറയണോ, ഇനിയിപ്പോൾ എത്ര എമൗണ്ട് വരുമെന്നൊന്നും അറിയില്ല. പിന്നെ ലൈസൻസ്, പിന്നെ വിസൻ്റെ കാര്യം ഒക്കെ പിന്നെ അങ്ങോട്ട് ഫാസ്റ്റ്. പിന്നെ ഞാൻ തിരിച്ചു വന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഷോക്കിലാണ്, അല്ല കമ്പനി നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമ്മളതിൽ ഇതില്ലല്ലോ ഒന്നുമില്ല. അങ്ങനെ പിന്നീട് അത് വിസ ഒക്കെ എടുത്തപ്പം കുറച്ച് കോസ്റ്റ് ആയിരുന്നു, അതായത് ആ എമൗണ്ട് നമ്മളതിലില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേഴ്സണലി എൻ്റെ ഉള്ള സേവിങ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെടുത്തിട്ടും, പിന്നെ എനിക്ക് ഇവിടെ UAE ഓൾറെഡി ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ ഓരോക്കെ ടൈമിന് ഞാൻ ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ആൾക്കാരോട് 2000 ദിർഹംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരും. ഇപ്പോൾ നാട്ടിൽ നിന്നൊരു 40,000 ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അയച്ചില്ല. പക്ഷേ ഇവിടെ ഈ നമ്പർ ചെറുതായതുകൊണ്ടാണോ എന്നറിയില്ല, 1000 2000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെച്ചിട്ട് എന്തായാലും അയച്ചു തരും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അന്ന് ചോദിച്ചപ്പോൾ അയച്ചു തരികയും ഞാനത് കൊടുത്ത് അങ്ങനെയാണ് ബാക്കി വിസ എടുത്തത്. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു സ്റ്റേജിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളൊരു ടേണിംഗ് പോയിൻ്റ് ആണ്. അതായത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പോഴും വിസിറ്റിലാണ് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഒറ്റയടിക്ക് നമ്മൾ സാധനം ചെയ്ത് വന്നപ്പോൾ തന്നെ ഞാൻ ലോക്കിനായി 2 കൊല്ലത്തൊക്കെ വിസ, 2 കൊല്ലത്തൊക്കെയായി, 1 കൊല്ലത്തൊക്കെ ലൈസൻസായി. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഓക്കെ, ഇനി തന്നെയാണ്, വേറെ വഴിയൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറേ സേവിങ്സ് എല്ലാം ഇതിലിടുകയും ചെയ്തു. ഇതേ ടൈമിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇവിടെ ചെയ്യാൻ അപ്പാർട്ട്മെന്റ് എടുക്കണം. അപ്പോൾ അത് എവിടെ നിന്ന് വന്നതെന്നറിയില്ല, ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് റിസ്ക് അപ്പറ്റൈറ്റ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് പറ്റുന്നതിൻ്റെ 30-40% അധികം റിസ്ക് ഞാൻ എടുക്കുക, ഒന്നുമില്ലെങ്കിലും ഓക്കെ അപ്പാർട്ട്മെന്റ് നമുക്ക് എടുക്കാം, ഞാൻ അപ്പുറമുള്ളവർ പറയും നമുക്ക് എടുക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 3 ആളുണ്ട്, ഞാൻ നാസിം അഫ്താബ്. അപ്പോൾ അഫ്താബ് ആണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആളെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഫണ്ട് ബിഡ് ചെയ്യേണ്ടത്, അതായത് എന്താണോ സാലറി കിട്ടുന്നത് അപ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ചെറിയ എക്സ്പെൻസിനാണെങ്കിൽ അത്, പിന്നെ ഈ പറഞ്ഞ ആളിലുള്ള ആളും കടം വാങ്ങും, ഞങ്ങൾ 2 ആളും കൂടിയാണ് കടം വാങ്ങിയിട്ട് സോഴ്സ് ചെയ്ത് ഇതാക്കുന്നത്. അവൻ നാസിമാണെങ്കിൽ ടെക് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു എങ്ങനെ ഒരു പെർഫെക്റ്റ് മിക്സ്ചർ നമുക്ക് കിട്ടി ഇത് സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള, ഒരു ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള എനർജി അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ 1 BHK എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ ഇതിന് അഗെയിൻസ്റ്റ്, അതായത് പെട്ടെന്ന് വന്ന റൂം തപ്പി കിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ തന്നെ തപ്പിയിട്ട് ഒരു റൂം എടുക്കുക. അതൊക്കെ നമുക്ക് സംബന്ധിച്ച് നമുക്കൊരു ചെറിയ ചെറിയ വിന്നുകൾ കിട്ടുകയാണ്, മൈൻഡിൽ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് ഫീൽ കിട്ടുകയാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ IKEA പോയി ടേബിളെല്ലാം വാങ്ങി, നാട്ടിൽ നിന്ന് മോണിറ്ററും കൊണ്ടാണ് വന്നത്. അപ്പോൾ മോണിറ്ററെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഞാനിങ്ങനെ പിച്ച് ചെയ്യും. ഇപ്പോൾ ഈ ലൈസൻസിന് ഇപ്പോൾ കടം വാങ്ങി തിരിച്ചു കൊടുക്കാനാണ് കോയിൻസിഡൻസിലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഈ ടൈപ്പിംഗ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ സംസാരിച്ചിട്ട് വേറൊരാൾ എന്നെ വിളിച്ച്, ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടോ, ഞാനിങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവരറിഞ്ഞു, അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച്. അപ്പോൾ ഞാനൊരു അതിന് അവളെ കാണാൻ അബുദാബി പോയി. ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഞാൻ ആൾക്ക് ലാപ്പ് എടുത്ത് പോയിട്ട് കാണിച്ചു കൊടുത്തു. അന്ന് ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കാൻ മുമ്പത്തേക്കാളും പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത്, ആൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ ഇത് വേണം, നമ്മളതിൽ ചെയ്യാം, ഇതിന് എത്ര ചാർജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ 4200 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനൊരു 2ാമത് പോകുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട്. ആ മീറ്റിങ്ങിൽ ആളെനിക്ക് ഫണ്ട് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത് തന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ അത്ഭുതങ്ങൾ. അതായത് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തില്ല പോലും ഇങ്ങോട്ട് ഫസ്റ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയി. നമ്മൾ ബിൽഡ് ചെയ്തൊരു പ്രൊഡക്റ്റിന് ആൾക്കാർ ഇത്ര അധികം പേ ചെയ്യുക, അത് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് പേ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അതുകൂടി ആയപ്പോൾ നമുക്ക് ശരിക്കും കോൺഫിഡൻസ് ആയി. അതായത് ഞാൻ മീറ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ആൾക്കാർ പൈസ തരുന്നത്, ആൾക്കാർ പ്രൊഡക്റ്റ് എടുക്കുന്നത്, എനിക്ക് റിജക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ഞാൻ പിച്ച് ചെയ്തില്ല, ഞാൻ അങ്ങനെ പിച്ച് ചെയ്യുന്നില്ല. അതായത് കൺവെൻഷനൽ പിച്ച് ചെയ്യുന്ന പോലെ സെയിൽസ് ഒന്നും പിച്ച് ചെയ്യുന്നില്ല. എന്നാൽ കൂടി ഞാൻ 5 ആളെ പിച്ച് ചെയ്തോ, ഈ 5 ആളും പ്രൊഡക്റ്റ് ചെയ്യാൻ തന്നെ പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പം അങ്ങനെ ഈ ഒക്കെ പ്ലേസിലേക്ക് ഇങ്ങനെ ഫാളിൻ ചെയ്യുന്ന പോലെ എല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്ന പോലെ ഫീൽ ചെയ്ത് നമുക്ക് ഇങ്ങനെ.
അങ്ങനെ ആ ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്ത് നമുക്കിങ്ങനെ ചെറിയ ചെറിയ ഫണ്ട് ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ വരൽ തുടങ്ങി, ചെറിയ റവന്യൂ വരൽ തുടങ്ങി. ശരി. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ കുറച്ചുകൂടി സെയിൽസിൽ നന്നായി ഫോക്കസ് ചെയ്യേണ്ടി എന്ന് പറയും. ഈ ഒരു പോയിന്റിൽ നമ്മൾ തുടങ്ങിയിട്ട് ഒരു 1 year 2 month ഒക്കെ ആയി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇതേ പ്രോസസ്സ് ചെയ്യേണ്ടിയിരുന്നു എന്ന് ഞാൻ പറയും. പക്ഷേ ഞാൻ കുറച്ച് പ്രൊഡക്റ്റിൽ ഒബ്സസ്ഡ് ആയി നിന്നാണ്. ഓക്കെ. പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് ബിൽഡിങ് ജേണിയും അങ്ങനെയാണ്. അതായത് ഫുള്ള് കസ്റ്റമേഴ്സാണ് നമ്മളെ പ്രൊഡക്റ്റ് മാനേജേഴ്സ്. അതായത് നമ്മളൊരു ഈ പറഞ്ഞ പോലെ കുറേ റെഫറൽസ് എന്ന ആൾക്കാരുണ്ട് എനിക്ക്, ഓരോ പോയി മീറ്റ് ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺവേർട്ടായ കസ്റ്റമർ പോലെ ക്ലീനിങ് കമ്പനിക്ക് എടുത്ത്, പിന്നെ അവർക്ക് തന്നെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട്, അവിടേക്ക് നമ്മളെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എടുത്ത്. അപ്പോൾ നമുക്ക് മെയിൻലി ഉള്ളത് CRM, പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ഫീൽഡ് സർവീസ്, ഈ 3 മൊഡ്യൂളാണ് നമുക്ക് മെയിനായിട്ടുള്ളത് ആസ് ഓഫ് നൗ ഉള്ളത്. അപ്പോൾ മാർക്കറ്റിംഗ് ഏജൻസീസിന് ഈ പറഞ്ഞ പ്രൊജക്ട് മാനേജ്മെൻറ്റും CRM കപ്പിൾ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം വർക്ക് ഫ്ലോ ഫുള്ള് ചെയ്യാം. ലീഡ് വരുന്നത്, കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് കൺവേർട്ട് ചെയ്ത് പ്രൊജക്റ്റ് ആക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ കസ്റ്റമർ നമുക്ക് കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ഇൻപുട്ട് തരുന്നുണ്ട്. ഇവിടെ ഇത് വേണോ, നമുക്ക് റിക്കറിങ് പ്രൊജക്റ്റ് വേണോ, ഇങ്ങനെ വേണോ, അല്ലെങ്കിൽ ഇത് വേണം. അതായത് ചില വാട്സപ്പ് മെസ്സേജസ് ഒക്കെ ഒരു പ്രൊഡക്റ്റ് മാനേജർ ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു തരുന്ന പോലത്തെ ഫയൽസാണ്. അതായത് ഇപ്പോൾ ഉള്ളത് ഇനി വേണ്ടത് വൈ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഒരാളെ നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്ത് തരിക ക്ലയൻസ്. മാത്രമല്ല ഇവർ നമ്മളോട് ബെയർ ചെയ്തൊക്കെ ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യുക, ഒക്കെ ഫുള്ളി മെച്യൂർഡ് പ്രൊഡക്റ്റ് കിട്ടുന്നു, ഓല് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സ്, ബഗ്സ് പോയിൻ്റ് ഔട്ട് ചെയ്ത് തരികയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള ഫീച്ചേഴ്സ് പറഞ്ഞു തരികയും ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഈ ക്ലയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കിട്ടിയത് ശരിക്കും സെൽഫ് മെയ്ഡ് ക്ലയൻസാണ്, സെൽഫ് മെയ്ഡ് കസ്റ്റമേഴ്സ്. അതായത് ഇവരൊക്കെ സ്വന്തമായിട്ട് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്ത് വന്നവരാണ്. ഇത് കോൺഫിഡൻഷ്യലി ഇതും അങ്ങനെ സംഭവിച്ചു പോയ കാര്യമാണ്. അതായത് നമ്മളെ ക്ലയൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ വന്ന് തുടങ്ങിയ ആൾക്കാരാണ്. ഓർക്ക് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു 50-60% ആൾക്കാർ ഞാൻ പറയുന്ന അല്ലെങ്കിൽ എൻ്റെ നരേറ്റീവിലും കൂടി ഓൾക്ക് എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓക്കെ ഇവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതുകൂടി ഓല ഇതിലുണ്ട് പ്രൊഡക്റ്റിൻ്റെ അപ്പുറത്തേക്ക്, അതുകൂടി മിക്സാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിയാണ് അത്. ഇങ്ങനത്തെ സെൽഫ് മെയ്ഡ് ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അപ്പോൾ ഓരോ നമ്മളെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ഹെൽപ്പും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എത്ര ക്ലയൻസ് ആയി ഇപ്പോൾ? ഇപ്പോൾ നമുക്ക് 20 ക്ലയൻസ് ഉണ്ട്. ടോട്ടൽ 20 ക്ലയൻസ് ഉണ്ട്. റവന്യൂ പറയുകയാണെങ്കിൽ റവന്യൂ ഒരു 60K ഉണ്ട്. അതായത് നമുക്ക് 17 ക്ലയൻസ് ഉള്ളപ്പോൾ 50K ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ക്ലയൻറ്റ് ഞാൻ ഇങ്ങനെ ഓൺബോർഡ് ചെയ്തൊരു ക്ലയൻറ്റ് ഓരോ ഒപ്പം തന്നെ 4 കമ്പനിയിൽ ഓൾറെഡി നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതായത് ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ 4 കമ്പനീസ് ഉണ്ട്. ഓരോ ഡിഫറെന്റ് കമ്പനീസ് ആണ്, ഒരു ഓണറാണ്. പക്ഷേ ഓരോ ഓർഗനൈസേഷനിലൊക്കെ ഒരു ഈ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 20 ഞാൻ റീസെൻ്റ്ലി മാത്രമാണ് എൻ്റെ 60-70% സെയിൽസിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഈ സെയിൽസിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പുതിയ സ്ട്രാറ്റജീസാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്? അതായത് ഒന്ന്, നമ്മൾ ഇത്രയും കാലം വെറുതെ അഹങ്കരിച്ചാടുന്നുള്ളത് നമ്മൾ മനസ്സിലായി. അതായത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ടെക്നിക്കലി പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും പറ്റും. ഈ പ്രൊഡക്റ്റ് ഒരാളുടെ അടുത്ത് കൺവിൻസ് ചെയ്ത് ഓലിത് യൂസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ചെയ്യേണ്ട ടാലൻറ്റാണ് സെയിൽസ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്നെ നാച്ചുറലി ഇത് ഹെൽപ്പ് ചെയ്തത് പ്രൊഡക്റ്റിലുള്ള ഇൻഡെപ്ത് നോളജാണ്. അതായത് എനിക്ക് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയത്തെ അവരെ പ്രോബ്ലംസ് കറക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ പ്രോബ്ലംസും അതിൻ്റെ അൾട്ടർനേറ്റീവ് ഫീച്ചർ അറിയാം. അപ്പോൾ ബ്ലഫിങ് ഇല്ല സെയിൽസിൽ. പോയിട്ട് ഓക്കെ സെയിൽസി ആയിട്ടുള്ള പുഷി കാര്യങ്ങൾ പറയല്ല, നമ്മൾ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലംസാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു കൺസൾട്ടൻ്റായിട്ട് ഒരു ബിസിനസ് പോയി കഴിഞ്ഞാൽ ഈ ഫൗണ്ടർ പോലെ പെയിൻ പോയിൻറ്റ്സാണ് പറയാം. ഈ പെയിൻ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളതിലുള്ള അല്ലെങ്കിൽ ഞാൻ സോഹോ ബുക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തു. അതായത് സോഹോ ബുക്സ് സജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കലുണ്ട്. ഈ വാട്ടി പോലത്തെ ടൂൾസ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനാണ്. പക്ഷേ ഇവർ പറഞ്ഞ് വരെ പ്രോബ്ലംസ് പറഞ്ഞ്. അപ്പോൾ ഈ കമ്പനിത്തെ ഫൗണ്ടേഴ്സൊക്കെ എന്നെ ഒരു IT ഗൈ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് ഇനിയിപ്പോൾ ഒരു ഔട്ട്ലുക്കിന് പ്രശ്നം ഉണ്ടോ എന്നെ വിളിക്കും. ഇനി ഔട്ട്ലുക്ക് മെയിൽ സെൻഡ് ആവുന്നില്ല, അല്ലെങ്കിൽ എനിക്ക്
ഔട്ട്ലുക്ക് സെറ്റ്, ഞാൻ എത്ര ഔട്ട്ലുക്ക് മെയിൽ സെറ്റപ്പ് ചെയ്ത് കൊടുത്താണ് അവിടെ. അപ്പോൾ എനിക്ക് നാട്ടിലത്തെ ഒരു വെണ്ടർ ഉണ്ട് എനിക്ക് ഇത് സെറ്റ് ചെയ്ത് തരാനുള്ള. അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്താ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യുക, ഒരു എൻട്രി കിട്ടുക എന്നുള്ളതാണ്. എന്തും ആവാം. അതായത് ടെക്നിക്കലി, അതായത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടൈം ഈറ്റപ്പ് ചെയ്യാതെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം. എന്തും എടുക്കുന്നിടത്ത് നമ്മളെടുക്കാൻ അത് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള രീതി കണ്ടെത്തുക. അതായത് നമ്മൾ ഇനീഷ്യലി ഒരു നടുവുള്ള പോയിന്റാണ്, നമ്മളിങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വേറെ പ്രോബ്ലത്തിനുള്ള നമ്മളതിൽ സെർട്ടൈനിൽ നമ്മളതിൽ തന്നെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത് ഒരു സെക്കൻഡ് ഓർഡർ തിങ്കിങ്. ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓർഡർ തിങ്കിങ് ചെയ്യും. അതായത് ഇവരൊരു സാധനം പറഞ്ഞു, ഓക്കെ അത് ഞാൻ കൊടുക്കണമല്ലോ, അപ്പം ഞാൻ എങ്ങനെയെങ്കിലും സൊല്യൂഷൻ കൊടുക്കണം. ചിലപ്പോൾ അത് ഇന്ത്യയിൽ ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ കുറേ ഫീച്ചർ നമ്മളതിൽ ഉണ്ടാക്കിയിരുന്നു. അതായത് ആൾക്കാർ ഒരു സൊല്യൂഷൻ പ്രോബ്ലം പറയും, അപ്പോൾ ഞാൻ നമ്മളതിൽ തന്നെ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അത് ഞാൻ ഇനീഷ്യലി ആ ഒരു മൊമെൻറ്റിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ അടുത്താണ് ഞാൻ ഒരു സെക്കൻഡ് ഓർഡർ തിങ്കിങ് പോയത്. അതായത് ഓക്കെ ഞാൻ ലോങ് ടേം ചിന്തിക്കും, ഈ ക്ലയൻറ്റ് പറയുന്ന ഈ പ്രശ്നം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിന് ഇത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, ഞാനിത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലോങ് ടേമിൽ എങ്ങനെ ഈ ക്ലയൻറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ്. അതായത് ഞാൻ സെയിൽസിൽ ചോദിച്ചതിനുള്ള തന്നെ ഒരു ഉത്തരമാണ്. പല ടൈപ്പ് ക്ലയൻസിനെ മീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചില ആൾക്കാരെ നമുക്കൊരു ലയബിലിറ്റി ആവും, ചില ക്ലയൻസ് നമുക്കൊരു ലയബിലിറ്റി ആവും, ഉറപ്പായിട്ടാവും. അപ്പോൾ പ്രോസ്പെക്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആൾക്കാർക്ക് ശരിക്കും നമ്മളൊരു ഐഡിയൽ പെർസോൺ എന്താണെന്ന് കണ്ടെത്തുക. അതായത് കുറച്ചങ്ങോട്ട് പോയി ഫസ്റ്റ് അൺസ്കെയിലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആൾക്കാരെ എവിടുന്ന് വെച്ച് മീറ്റ് ചെയ്യുന്ന ആൾക്കാരെയും കൺവേർട്ട് ചെയ്യാം നോക്കുക. പിന്നെ ആൾക്കാരോട് വിളിച്ച് റെഫറൽ ആരെങ്കിലും ഉണ്ടോ അറിയുന്നത് ചോദിക്കുക. ഇതൊക്കെ എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വരെ വിളിച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും കമ്പനി ഉണ്ടോ, ഒരു മീറ്റിംഗ് ഓരോടൊന്ന് പറയാനൊന്ന് അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുമെന്ന് പറയും. ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കും അറിയുന്ന ആൾക്കാരോടൊക്കെ. ഇപ്പോൾ ഒരു ക്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ക്ലൈൻറ്റിനോട് കുറച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ സംസാരിക്കും. ഓൾറെഡി ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യലുണ്ട് നമ്മളെ ക്ലയൻസുമായിട്ട്. അത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കും സംസാരിക്കാം. ഓരോ എനിക്ക് പല രീതിയിൽ അഡ്വൈസ് വെച്ചാൽ ഓരോക്കെ എൻ്റെ ഒരു മെൻറ്റേഴ്സ് ആകുന്ന ഒരു രീതി ഉണ്ടാവലുണ്ട്. ഓരോ എക്സ്പീരിയൻസ് ഉള്ളതല്ലാണ്ട് ഓരോ ഇങ്ങനെ പേഴ്സണലി എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും ആരെങ്കിലും ഉണ്ടെങ്കിലും റെഫറലൊന്ന്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് ഓരോരുത്തരെ റെഫർ ചെയ്യും, മീറ്റിങ്ങൾ സെറ്റ് ചെയ്ത് കൺവേർട്ട് ആയോ അല്ലേ എന്നുള്ളതല്ല, ഓരോ എഫേർട്ട് ഓരോ ഇടുന്നുണ്ട് എല്ലാ ക്ലയൻസും. അപ്പോൾ അത് ചെയ്യും. പിന്നെ കോൾഡ് കോൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഞാനൊരു സെയിൽസ്മാൻ അല്ലാത്തതുകൊണ്ട് കോൾഡ് കോൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്കില്ല് വേണ്ട കാര്യമാണെന്നുള്ളത് പഠിച്ചൊരു ടൈം. അതായത് നമുക്കിരുന്ന് ഒരു റിജക്ഷൻ കിട്ടുമ്പോൾ എന്നെ ചടിച്ചു. ഫസ്റ്റ് വിളിച്ച് നമ്മളിങ്ങനെ ഓപ്പൺ ലൈനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ എന്നാലും നമ്മളിങ്ങനെ ശ്രമിക്കും. പിന്നെ ഇങ്ങനെ ഓരോ ഇപ്പോൾ സാത് സെൽസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ നമ്മളിങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഓരോന്ന് ചെയ്യാനൊക്കെ ഇങ്ങനെ ശ്രമിക്കും. പക്ഷേ ഞാനതൊരു സക്സസ് കണ്ടെത്തിയ ഒരു ഏരിയ അല്ല കോൾഡ് കോൾ. ഞാൻ അത്ര എഫേർട്ട് ഇട്ടിട്ടില്ല, പക്ഷേ ഞാൻ പ്ലാൻ ചെയ്യുന്നൊരു ചാനലാണത്. പിന്നെ ഞാൻ ആഡ്സ് ചെയ്യാൻ നോക്കി. ഫേസ്ബുക്ക് ആഡ്സ് ഒരു വീഡിയോ ചെയ്തിട്ട് അതൊന്നും എനിക്ക് റിസൾട്ട് ഉണ്ട്. അത് ഒരു ഫണലാണ് അത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ മാർക്കറ്റിങ്ങിലാണെങ്കിൽ ഓരോ പ്രോസസ്സ്. ഇപ്പോൾ ഒരു 17ഓളം മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് സെയിൽസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യുന്ന സാധനം. അതായത് ആൾക്കാരെ അവിടെ നിന്ന് മീറ്റ് ചെയ്യുക, അവിടെ അങ്ങോട്ട് ഓരോടത്ത് പോവുക, കൺവേർട്ട് ചെയ്യുക. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആഡ്സ് സോഷ്യൽ മീഡിയ പ്രസൻസിലുണ്ടാവുക. അപ്പോൾ ലിങ്ക്ഡിനിൽ ഞാൻ എൻ്റെ പ്രസൻസ് അടുത്തായിട്ട് കൂട്ടി എനിക്കൊരു ലീഡ് കിട്ടി, ക്വാളിഫൈഡ് ലീഡ് കിട്ടി. ഇൻബൗണ്ട് ആയിട്ട് വന്ന് ആള് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മൾ പരിചയപ്പെട്ട് ലിങ്ക്ഡിൻ എന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്രസൻസ് അത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പെയ്ഡ് ചാനൽസാണ് ഉള്ളത്. അതെനിക്ക് അധികം റിലേ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് വരുന്നിടത്ത് ഫണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. മാത്രമല്ല അത് എപ്പോഴും പറയൽ അതൊരു റിലേ ചെയ്യേണ്ട ഒരു ചാനലല്ല. നമുക്ക് അല്ലാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലയൻസിന് 100 ക്ലയൻസിനെ നമ്മൾ അല്ലാണ്ട് തന്നെ കണ്ടെത്തണം. അപ്പോൾ പെയ്ഡ് ചാനൽസ് എന്നിരുന്നാലും ഞാൻ മിനിമലി ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഇതനുസരിച്ചിട്ട് ചെയ്യും. പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഫസ്റ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സെൻഡ് ചെയ്ത് അതിൽ നിന്ന് എനിക്കൊരു ക്വാളിഫൈഡ് ലീഡ് കിട്ടി. ഓക്കെ അപ്പോൾ അതൊക്കെ അതായത് ഫസ്റ്റ് ടൈം ചെയ്യാൻ ഓരോ കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ ഈ പറഞ്ഞ പോലെ പാർട്ണർഷിപ്സ്, പാർട്ണർ പ്രോഗ്രാം, ഇൻസെൻറ്റീവ്സ്, ഇങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അപ്പോൾ അതിന് പിന്നുള്ളത് ഡിസ്പ്ലേ ആഡ്സ്, അതായത് ബിൽ ബോർഡ്സ് വെക്കുക. അപ്പോൾ കുറേ എണ്ണം നമുക്ക് ഒഴിവാക്കാം, നമ്മൾ ബിസിനസ്സിന് പറ്റാത്തതുണ്ട്. അപ്പോൾ ഞാൻ ആരോടാണ് ചെയ്തപ്പോൾ 6ഓളം സ്ട്രാറ്റജി നമുക്ക് പറ്റുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ട് ട്രൈ ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ഡ്രില്ല് ചെയ്യുക, മാക്സിമം ഔട്ട്പുട്ട് അതിൽ നിന്ന് കൊണ്ടുവരിക. എനിക്ക് പറ്റുകയാണ് ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ സെയിൽസ് പ്ലാൻ. വെരി ഗുഡ്. അപ്പോൾ എഫിലിനെ പറ്റിയിട്ട് ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പ്രോജക്റ്റ് ഫെയിൽ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ആദി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം?
അതിൻ്റെ ഉത്തരം അതാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൽ. അതായത് ഞാൻ ഫസ്റ്റ് ന്യൂസ് ആപ്പ് ചെയ്ത് ഞങ്ങൾ രണ്ടാളും ഇറക്കിയില്ല. ഓക്കെ. സാബ് ചെയ്ത് ഇറക്കി, പക്ഷേ ഇനഫ് മാർക്കറ്റ് ചെയ്തില്ല, അത് ഡ്രോപ്പ് ചെയ്തു. അവിടെ എത്രയോ ഹൈപ്പോത്തസിസുകൾ ഞങ്ങളെ മൈൻഡിലാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായി. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ആ ഒരു പോസ്റ്റിൻ്റെ ബാക്കി നോക്കിക്കഴിഞ്ഞാലുണ്ട് അതിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ ഫെയിൽ ആവണം. അതായത് ഞാനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി, ഞാൻ 100 ആളെ വിളിച്ച്, ഈ 100-ൽ 90 ആളിനോട് അല്ലെങ്കിൽ 100 ആളിനോട് റിജക്റ്റ് ചെയ്ത് ഓക്കെ ഈ പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ 100 പോസ്റ്റ് ഇട്ട്, ഈ 100 പോസ്റ്റിനും പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എഫേർട്ട് ഇട്ടിട്ട് മാർക്കറ്റിൽ ഒരു സാധനം ഇറക്കി, ഞാൻ അതിൽ മാത്രം വർക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ഫെയിൽ ആവാൻ. അത് എന്നെ സംബന്ധിച്ചിട്ട് അല്ല ഞങ്ങളെ സംബന്ധിച്ച് സക്സസ്സാണ്. കാരണം അതൊരു ഞങ്ങളൊരു സംഭവത്തിൽ സ്റ്റിക്ക് ചെയ്ത് എന്നുള്ളത് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. അപ്പോൾ അങ്ങനെ വേണം ഫെയിൽ ആവാൻ. ഓക്കെ, ഞാൻ ആ സ്റ്റെപ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടെങ്കിൽ ഗുഡ് തിങ്, എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഹെഫിൽ എന്നുള്ള പേരിൻ്റെ പുറകിലുള്ള സ്റ്റോറി എന്താണ്? പേരിൻ്റെ പുറകിൽ നമ്മളെ പേരിടുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് നെയിംസ് നോക്കും. ഓക്കെ. .com ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ നാസിമാണ് ഈ പേരിട്ടത്. അപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ തപ്പും, .com കിട്ടുന്ന പേരുകൾ, ഷോർട്ട് നെയിമുകൾ, അങ്ങനത്തെ ടൂൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തപ്പും. നമ്മൾ മൈൻഡിലുള്ളതാണ് ഗൂഗിള്, സ്വിഗ്ഗി, അർത്ഥമില്ലാത്ത പേരുകളുണ്ടല്ലോ, സൊമാറ്റോ, ഓഡു, ഇതൊക്കെ വെറുതെ ഉള്ളൊരു ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു .com സിമ്പിളാണ് ആൾക്കാർക്ക്. പിന്നെ അത് ഗ്രോ ചെയ്യും എന്നുള്ളതാണ് നമ്മളൊരു സാധനം. ഇനിയിപ്പോൾ അത് ഗ്രോ ചെയ്തില്ലെങ്കിൽ പേര് പിവോട്ട് ചെയ്യാന്നുള്ളത് ഒരു പ്രശ്നമല്ല. അങ്ങനത്തെ ചെറിയ സാധനങ്ങൾ അങ്ങനെ അറിയാം. അതായത് ആൾക്കാർ ഞാനിപ്പോൾ ഒരു പേരിട്ട മാക്സിമം എത്ര ആൾ കാണും, നാളെ ഞാനത് റീബ്രാൻഡ് ചെയ്താൽ എത്ര, അപ്പോൾ അത്ര ഇമ്പാക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഉണ്ടാകാൻ പോകുള്ളൂ. അപ്പോൾ അതൊന്നൊരു ബ്ലോക്കർ ആവരുത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ഉള്ളത്. അതിലൊന്നും കുറേ സ്റ്റക്കായി നിൽക്കില്ലല്ല, അതൊക്കെ നമ്മളൊരു സംഭവം ചെയ്യുക. പിന്നെ ഈ ബ്രാൻഡിങ് അതൊക്കെ ഫേസ്ബുക്ക് റീബ്രാൻഡ് ചെയ്ത്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ 100 ആളെ മാത്രം കാണുന്ന നമുക്ക് റീബ്രാൻഡ് ചെയ്യാം. അപ്പോൾ അത് ബ്ലോക്കർ ആവരുത് എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു പേര് .com ഒക്കെ ഇട്ട് ലോഗോ തന്നെയാണ് ചെയ്തത്. അതായത് ജസ്റ്റ് ഒരു പ്രോസസ്, ഡിസൈനർ ഒന്നുമില്ല നമ്മളൊരു പ്രൊഡക്റ്റിന് ഒന്നിനും നമ്മളങ്ങനെ ഔട്ട്സോഴ്സ് ഡിസൈനിങ് വരുത്തൊന്നുമില്ല. ഇതിൽ ഹെഫിലുള്ള ഒരു ഡൊമൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് സോഹോ പോലത്തെ, ഉഡു പോലത്തെ ബിഗ് പ്ലേയേഴ്സ് ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ അതേ റൂട്ട് ചൂസ് ചെയ്തത്? അതിൽ അങ്ങനത്തെ ബിഗ് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് ഇറങ്ങി? ഇതിനൊരു 3 കാര്യങ്ങളുള്ളത്. അതിൽ ഒന്ന് ഈ സോഹോൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തതാണ്. അതായത് ഒന്ന് സോഹോ ഫീച്ചർ റിച്ച് ആണ്, ഇപ്പോൾ CRM ആണെങ്കിൽ പോലും. പക്ഷെ എനിക്ക് പോലും അത് ഇൻറ്റ്യൂറ്റീവ് അല്ല. അതിലത്തെ കുറേ ഫീച്ചേഴ്സ് എവിടുന്നാണ് എങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ഭയങ്കരമായ ഇംപ്ലിമെൻറ്റേഷൻ ആവശ്യമാണ്. ഇത് ഇവർ ഒരു ലാർജ് സ്പെക്ട്രത്തിൽ ഡീൽ ചെയ്യുന്നതുകൊണ്ട് വരുന്നതാണ് ഈ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്, സെയിൽസ് ഫോഴ്സ് ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്. അപ്പോൾ സ്പെസിഫിക് ബിൽഡായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, വർക്ക് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു യൂസബിലിറ്റിൻ്റെ കാര്യം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തൊരു സാധനമാണ്. ഓക്കെ. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ, ഫേസ്ബുക്ക്, ടെസ്ല, ഇവരൊക്കെ മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സ് ഉള്ളപ്പോൾ വന്ന ആൾക്കാരാണ്. കറക്റ്റ്. ഓക്കെ. മൈ സ്പേസ്, പിന്നെ യാഹു ഒക്കെ ഉള്ള ടൈമിലാണ് ഗൂഗിൾ, ഫേസ്ബുക്ക് റെസ്പെക്റ്റീവ്ലി വരുന്നത്. ഓർക്ക് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും, ഓര് തിരിച്ചു പിടിച്ച് മാർക്കറ്റ് ലീഡേഴ്സ് ആയ. അപ്പോൾ മാർക്കറ്റിൽ ബിഗ് പ്ലേയേഴ്സ് ഉള്ളപ്പോൾ നെസസറിലി അതിലേക്ക് ഒരു എൻട്രി ഇല്ല എന്നുള്ളത് കറക്റ്റ് അല്ല. അതായത് ആൾക്കാർ വെറുതെ പേടിക്കുന്ന ഒരു കാര്യമാണ്. കറക്റ്റ്. അപ്പോൾ നമുക്ക് സുക്കർബർഗ് തന്നെ പറഞ്ഞ കാര്യമുണ്ട്, അതായത് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഒക്കെ ഡിമിനിഷ് ആവും, ഒരു പോയിന്റിൽ ഡിമിനിഷ് ആവും. കാരണം ഇവർക്ക് പിവോട്ട് ചെയ്യാനുള്ള ഒരു ലാർജ് ഓർഗനൈസേഷൻ ആയി കഴിഞ്ഞാൽ ഇവർക്ക് പിവോട്ട് ചെയ്യാനുള്ള സ്പീഡ് ഭയങ്കര പ്രശ്നമായിരിക്കും. അജിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനെയൊന്നും ഒരു സാധനം മാറ്റാൻ പറ്റില്ല. ടാലിയ വന്ന ടൈമിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് ഓക്കെ അവർക്ക് ആ പ്രൊഡക്റ്റിൽ സക്സസ് ഉണ്ട്, പക്ഷെ അവർക്ക് എന്തെല്ലാം രീതിയിൽ മാറ്റാം. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് എത്ര ഈസി ആക്കി കൊടുക്കാം, ഒരു സ്റ്റിൽ അങ്ങനെ നിൽക്കുന്നില്ലേ. അപ്പോൾ ഈ ലെഗസി പ്രൊഡക്ട്സിനൊക്കെ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് സത്യമാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കില്ല് ചെയ്യാം. പിന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഒരു $1 ബില്യൺ മാർക്കറ്റിൽ നോക്കിയിട്ട് നമുക്ക് അതിൽ സ്പേസ് ഇല്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അബ്സേർഡിറ്റി. അതായത് ഒരു നമ്മളെ വിഷൻ എന്താ വേണ്ടി വെച്ചാൽ പ്രൊഫിറ്റബിൾ കമ്പനി ഉണ്ടാക്കുക. അപ്പോൾ അതൊരു 10 മില്യൺ 50 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ഒരു 3 ബൂട്ട് സ്ട്രാപ്ഡ് ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അത് ഇനിയിപ്പോൾ റിലേറ്റീവായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ റിലേറ്റീവായിട്ട് നോക്കി കഴിഞ്ഞാലും അത് സ്റ്റിൽ ഹ്യൂജ് കാര്യമാണ്. അങ്ങനത്തെ കമ്പനികളുണ്ട്. ഒരൊറ്റ ആൾ വെച്ചിട്ട് ഇയർലി 2 മില്യൺ എല്ലാം ഉണ്ടാക്കുന്ന ഇപ്പോൾ ലെവൽ സിയോ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്ഡ് ആണ്, ഫുള്ളി ബൂട്ട് സ്ട്രാപ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പോസിബിലിറ്റീസ് ഉള്ളപ്പോൾ നമ്മൾ ശരിക്കും ഒരിക്കലും ഈ ഗൂഗിൾ അല്ലെങ്കിൽ വലിയ $1 ബില്യൺ കമ്പനി ഉണ്ട് നമ്മൾ ബാക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കുള്ള ചങ്ക എപ്പോഴും അവിടെ ഉണ്ട്. B2B മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മാർക്കറ്റാണ്. B2B മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സോഹയിൻ്റെ 2% അങ്ങനെ എന്തോ ആയിരിക്കും ഓർക്ക് ഉണ്ടാവുക, അതിൻ്റെ താഴേക്കും ഉണ്ടാവുക അല്ലേ പോയിന്റ്. അപ്പോൾ അത്ര വലിയ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഞാൻ സൊല്യൂഷൻ കൊടുത്താൽ അവർക്ക് സോഹോ ഓടുമൊന്നുമില്ല. ഓര് പിന്നെ ഞാനുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അങ്ങനത്തെ 1000 ആൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചൂടെ? ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റിയ സാധനം. മാത്രമല്ല അപ്പോൾ അത്രയും ബിഗ് പ്ലേയേഴ്സ് ഉള്ളത് ഒരു തരത്തിലുള്ള വാലിഡേഷൻ ആണ് അല്ലേ? നമുക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള വാലിഡേഷൻ കിട്ടിയെന്നുള്ളതാണ്. കറക്റ്റ്. അതായത് ഒന്ന് അത്ര ഡീൽ ചെയ്യാൻ പറ്റും, 2 ഇവർ ഓൾറെഡി അവയർനെസ് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ അവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതിലുള്ള മെയിൻ പ്രശ്നമാണ് കസ്റ്റമേഴ്സിന് ഡാറ്റ കൺസേൺസ് ഉണ്ടാവുക. അതായത് ക്ലൗഡ്ക്ക് മാറാന്ന് പറയുന്നത് എപ്പോഴും ഒരു മുമ്പുള്ള ഫൗണ്ടേഴ്സിന് ഭയങ്കരമായിട്ട് കൺസേണിങ്. ഇവരുടെ ഡാറ്റ ഒരു ഭയങ്കരമായിട്ട് ഒബ്സസ്ഡാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം? ഓൾറെഡി ചെയ്തു വന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ അവയർനെസ് ഒക്കെ അവർ കൊടുത്തു കഴിഞ്ഞ് ഇനി ആ ലാൻഡ്സ്കേപ്പിലേക്ക് നമ്മൾ ബെറ്റർ പ്രൊഡക്റ്റ് ആയിട്ട് പോവുക, ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക. അപ്പോൾ AI ഒക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ AI അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു ഇവരതിന് ബിൽട്ടല്ല വല്ല പ്രൊഡക്റ്റ് ഒന്നും. ഇപ്പോൾ HubSpot പോലത്തെ അല്ലെങ്കിൽ വലിയ കമ്പനികളൊക്കെ AIക്ക് ഇങ്ങനെ നോക്കുമെങ്കിലും ഓലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബട്ടൻ്റെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫീൽഡിൽ ഒരു AI എംബഡ് ചെയ്താണ് അവരുടെ AI എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഓൾറെഡി അറിയാം ലെഗസി പ്രൊഡക്ട്സിന് എപ്പോഴും ട്രോള് ട്വിറ്ററിലൊക്കെ വരുന്നതാണ്. അവർക്ക് ഓഫ് കോഴ്സ് അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും, പക്ഷെ അതൊരു തരം മോണോപോളി അല്ല ഫണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. നല്ല പ്രൊഡക്റ്റ് വന്നാൽ എപ്പോഴും കയറിപ്പോൾ. അപ്പോൾ സ്ലാക്ക്, ജിമെയിൽ ഇതൊക്കെ ഉള്ളപ്പോൾ സ്ലാക്ക് വന്നിട്ട് ഒരു ആൾക്കാരിലേക്ക് മൈഗ്രേറ്റ് ചെയ്തില്ലേ. നല്ല എക്സ്പീരിയൻസ് കൊടുത്താൽ കസ്റ്റമർ വരും. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ടീമിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പോൾ ഞാൻ, നാസിം, പിന്നെ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രദർ ടെക്കിൽ, മാർക്കറ്റിങ്ങിൽ, അസറ്റ്സ് എല്ലാം ഉണ്ടാക്കാൻ എല്ലാത്തിലുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു ടെസ്റ്റിങ്ങിന് ഒരാളെ ഹയർ ചെയ്തിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 15 അല്ലെങ്കിൽ 17 കസ്റ്റമേഴ്സ് ആയപ്പോൾ സപ്പോർട്ട് റിക്വസ്റ്റ് ഇങ്ങനെ വരൽ തുടങ്ങി. ആൾക്കാർക്കൊക്കെ ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഒരു ഓൺ ബോർഡിങ് ഹെവി ആയിരുന്നു. അതായത് ഞാനൊരാളെ കസ്റ്റമറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓൺ ബോർഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ടൈം പിന്നെ ടെക്നിക്കലി ഉള്ള ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റിങ് നമുക്ക് എന്ത് ചെയ്യണം, വേറൊരാളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത് വന്നത്. അതായത് നമുക്ക് പ്രൊഡക്റ്റ് ഒന്നുകൂടി നല്ലോണം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം പ്രൊഡക്റ്റ് ഇറക്കണം എന്നുള്ളൊരു. അപ്പോൾ നമുക്ക് കുറേ ക്ലട്ടേഡ് ആയപ്പം, കുറേ ഓപ്പറേഷൻസ് ക്ലട്ടേഡ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഓരോരുത്തരുടെ ഓൺ ബോർഡിങ് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ടെസ്റ്റിംഗ് ആയിരുന്നു പറഞ്ഞിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുത്തിട്ട് ഒരാളെ ഹയർ ചെയ്തു. അപ്പോൾ അത് ഹയർ ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ 2 ദിവസം അയാൾക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ഒരു പണിയുമില്ലാതെ റിമോട്ട് ഹയർ ആയിരുന്നു. അപ്പോൾ 3 മാസം. അപ്പോൾ എന്തായതെന്ന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട് ചോദിച്ചാൽ ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവില്ല. ഇപ്പോൾ 3 ആളാണെങ്കിൽ 3 ആളുള്ള അടുത്ത് പ്രോപ്പറായിട്ട് എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം, പിന്നെ ഒരു സപ്പോർട്ട് റിക്വസ്റ്റ് വന്നാൽ എങ്ങനെ ഫ്ലോ ചെയ്യണം എന്നുള്ളത് ഇൻറ്റേർണൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളൊരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒന്നും ഫിക്സ് ആവില്ല. അപ്പോൾ ഹയറിങ്ങിൻ്റെ എങ്ങനെ ട്രെയിൻ ചെയ്യണം ഒരാളെ നമ്മൾ എന്ത് ഫീൽഡിലേക്ക് എടുക്കുകയാണെങ്കിലും ആ ആൾക്ക് നമ്മളെ ബിസിനസ്സിനെ കുറിച്ച് കൊടുക്കാനുള്ള ട്രെയിനിങ് മെറ്റീരിയൽ, ആളെ എങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും, പറഞ്ഞ പ്രോസസ്സൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഓവർ ഹെഡ് ആവുകയുള്ളൂ. അതായത് ബോട്ടിലിനൊക്കെ നമ്മളൊരു സാധനം സോൾവ് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ അയാൾക്ക് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുക, ഒരാളെയും കൂടി മാനേജ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഹയറിങ് ഈ പ്രോസസ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2025 നമ്മൾക്ക് ഒരുപാടാണ് സ്കെയിലബിൾ സാധനങ്ങൾ ചെയ്ത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഗ്രോത്താക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ പ്രോസസ്സുകൾ ബിൽഡ് ചെയ്യുക. അതിന് ശരിക്കും ഈ ബിസിനസ് എനിക്ക് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഞാനൊരു ട്രൂ സൊല്യൂഷൻ ഏതെങ്കിലും ഒരു ഫീൽഡിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി അതൊരു പ്രോസസ്സാക്കി, ഞാനിപ്പം സപ്പോർട്ട് ഒരു പ്രോസസ്സാക്കി, ഇങ്ങനെ റിക്വസ്റ്റ് എങ്ങനെ വരും, എന്തൊക്കെ വഴിയുന്ന ആൾക്കാർ നമ്മളോട് സപ്പോർട്ട് റിക്വസ്റ്റ് തരും, അതെങ്ങനെ ഡെലിഗേറ്റ് ആവും. ഇപ്പോൾ 3 ആളാണെങ്കിൽ 3 ആൾ ഇത് ഇൻറ്റേർണൽ ക്ലാരിറ്റി വേണം. അപ്പോൾ നമ്മളതൊരു SOP ആക്കി, ഇപ്പോൾ ChatGPT ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം SOPs. ഇത് ക്രിയേറ്റ് ചെയ്ത് ഒരു PDF ആക്കി ഗ്രൂപ്പിലിട്ട് നമ്മൾ 3 ആൾ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് തലവേദന അല്ല. അതായത് ആരെന്ത് റിക്വസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ആദ്യത്തിൽ ശരിക്കും റിസോഴ്സ് ഇല്ലാത്തതല്ലായിരുന്നു പ്രശ്നം.
ചിലത് വരുന്നുണ്ട് അൺഅറ്റൻഡഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ചിലപ്പോൾ ആ ടൈമിൽ വേറെ എന്തോ ലോ പ്രയോറിറ്റി കാര്യമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രയോറിറ്റി, പിന്നെ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളൊരു ക്ലാരിറ്റി, ഒരു SOP അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ബിൽഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ട് സ്കെയിലിങ് ഹയറിങ്ങും ഈ പറഞ്ഞ രീതിയിൽ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ കറൻ്റ്ലി ബൂട്ട് സ്ട്രാപ്ഡ് ആണെന്ന് പറഞ്ഞു. തുടക്കത്തിൽ ഒരു $1 million കമ്പനി ബിൽഡ് ചെയ്യണമെന്നുള്ള സ്വപ്നമായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ഫണ്ടിങ്ങിനെ പറ്റി എപ്പോഴെങ്കിലും ഹെഫിലിൻ്റെ കാര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? അത് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ട്വിറ്റർ ആ ഒരു സ്പേസിൽ നിന്ന് അങ്ങനെ ഓരോന്ന് കണ്ടുവരുന്നതുകൊണ്ട് തന്നെ വൈ കോമ്പിനേറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു കാര്യം. അതായത് അതെ, YC ആൾക്കാർ YC ഫണ്ടഡാന്ന് പറയും, YC ഗ്രാൻഡ് എന്ന് പറയും, അലൂമിനി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അതിനൊന്ന് കൊടുത്തു നോക്കണമെന്നുണ്ടായി. നമ്മൾ ആദ്യത്തെ പ്രൊഡക്ട്സിന് തൊട്ടേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഈ ഡാൾട്ടൺ YC പാർട്ണറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ ഓരോ ഫണ്ട് ഇതിൻ്റെ മുമ്പ്. അതായത് ഈ മോഡേൺ ERP ചെയ്യുന്ന കമ്പനി, അതായത് ക്ലങ്കി അല്ലാത്ത മോഡേൺ ERP ചെയ്യുന്ന, അതായത് ആൾക്കാർക്ക് ഫോണിലൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് പോലെ ഫണ്ട് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അതിലാണ് ഹെഫിൽ വരുന്നത്. അതെ, ഹെഫിൽ ആ ഒരു സ്പെക്ട്രത്തിലാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു വാലിഡേറ്റഡ് ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് എന്നുള്ളത് രണ്ടും ഒക്കെ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇവിടെ UAE ടൈമിൽ തന്നെ ഞാൻ ആദ്യം ഒരു രാത്രി ഇരുന്ന് ഓക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രോസസ്സിൽ ഒരു ലെങ്തി ഫോം ഫില്ല് ചെയ്യണോ, ഫൗണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ മുമ്പ് ചെയ്തത് പറയണോ, നമ്മൾ എന്ത് റോളാണ് ചെയ്യുന്നതെന്ന് പറയണോ, നമ്മളെ വിഷൻ പറയണോ, അങ്ങനെ കുറച്ചൊരു ലെങ്തി ഫോം ഫില്ലിങ് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ കറണ്ട് റവന്യൂ കാര്യങ്ങളൊക്കെ പറയാം, എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു വീഡിയോ ഉണ്ടാക്കണം, അതാണ് ടഫ് പാർട്ട്. ഓക്കെ. ടെക്നിക്കൽ ഫൗണ്ടേഴ്സിന് ഏറ്റവും ടഫുള്ള കാര്യമാണ് എന്ത്, ക്യാമറൻ്റെ മുമ്പിൽ നിന്നിട്ട് കാര്യം പറയാം. പിന്നെ അതിൽ പ്രത്യേകതകളാണ് എന്താ സ്ക്രിപ്റ്റഡ് ഒന്നായിരിക്കും, അത് സ്ക്രിപ്റ്റ് നോക്കിയൊന്നും വായിക്കരുത്. അപ്പോൾ അതെടുക്കാൻ ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ രാത്രി 3 മണി തൊട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ. എൻ്റെലും വന്നത് ഒരു പ്ലാസ്റ്റിക് സാധനമാണ് വീഡിയോ. ഞങ്ങൾ രണ്ടാളോട് റെക്കോർഡ് വന്നില്ല. അപ്പോൾ അത് കൊടുത്ത് അത് വെറുതെ അപ്ലൈ ചെയ്ത്, പക്ഷെ അത് അപ്ലൈ ചെയ്തിട്ടും എന്നാലും അതൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു നമുക്ക്. അതായത് ഇനി കിട്ടുമോ കിട്ടൂല എന്നുള്ളത് സാധ്യത എത്ര ഉണ്ട്, റിയലിസ്റ്റിക് ആവുന്നതല്ല, എന്നാലും നമ്മൾ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ കിട്ടിയാലോ എന്നുള്ളത്. അപ്പോൾ അതൊരു ഡിസ്ട്രാക്ഷനാണ്. പിന്നെ അത് വൈസിൻ്റെ കാര്യത്തിലാണ് പിന്നെ അത്രേ അങ്ങനെങ്കിലും പ്രോസസ്സ് ഉള്ളത്. സിമ്പിളായിട്ട് ഫോം ലെങ്തി ആണെങ്കിലും അത് ഫില്ല് ചെയ്യുക, അതൊക്കെ. ബാക്കി ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ മെട്രിക്സിന് പ്രിപ്പയർ ആവണം. പിന്നെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും അത് ഈ പറഞ്ഞ പോലെ ഫിഗറിങ് ഔട്ടാണ്. എനിക്ക് അതിൻ്റെ പ്രോസസ്സ് അറിയില്ല, ഇൻഡെപ്ത് അറിയില്ല. ഇപ്പം നമ്മളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം, അങ്ങ് പ്രോസസ്സ് എൻജോയ് ചെയ്യേണ്ട. നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കേട്ടത് വെച്ചിട്ട് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ലൈഫാണ്. അപ്പോൾ ഫണ്ട് ആവശ്യമായ സ്റ്റേജ് ക്രൂഷ്യലായിട്ട് വരികയാണെങ്കിൽ ഫണ്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് തിങ്സ് ഇങ്ങനെ അതിൻ്റെതായ പ്ലേസിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. നമുക്ക് അത്യാവശ്യങ്ങൾ വരിക അല്ലെങ്കിൽ എനിക്ക് തന്നെ എടുക്ക് തോന്നിയ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതായത് ഓക്കെ നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിലും മോശം പ്രൊഡക്റ്റ് ഉള്ള ആൾക്കാർ കൂടുതൽ റിസോഴ്സ് വെച്ച് ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. സെല്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റാണ്. എന്ത് പ്രൊഡക്റ്റും സെല്ല് ചെയ്യുക, പക്ഷെ അതിൻ്റെ റിട്ടൻഷൻ അത് ആ ഒരു ഇതല്ല പറഞ്ഞത്, സെല്ല് ചെയ്യുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റിട്ടൻഷൻ കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ അത് സെല്ല് ചെയ്യാൻ ഇപ്പോൾ ഞാൻ എൻ്റെ ടൈം ട്രേഡ് ചെയ്തിട്ട് വേണം സെല്ല് ചെയ്യാൻ. അതായത് എനിക്ക് ഒരു ദിവസം ലെറ്റ്സ് 14 അല്ലെങ്കിൽ 18 മണിക്കൂർ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ എത്ര അവേഴ്സ് ഈ പറഞ്ഞ പ്രോസ്പെക്ട്സ് അവൈലബിൾ ആയിരിക്കും, ആ ടൈമിൽ എനിക്ക് സെയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതൊന്നെങ്കിൽ ഞാൻ ഇമെയിൽ ചെയ്യണം, കോൾ ചെയ്യണം, അല്ലെങ്കിൽ DM ചെയ്യണം, മീറ്റിംഗ് ചെയ്യണം. അപ്പോൾ എൻ്റെ റിസോഴ്സ് ഫൈനൈറ്റാണ്. അപ്പോൾ ഈ സെയിം ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു പ്രോസസ്സ് എനിക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 10 ആൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ റിസൾട്ട് 10x ആയി. അപ്പോൾ ടൈം ട്രേഡ് ചെയ്യുമ്പം അത് അങ്ങനെ ലീനറായിട്ട് സ്കെയിൽ ചെയ്യണമെങ്കിൽ അത് റിസോഴ്സ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നമ്മളെ വിഷനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ഫണ്ട് എടുക്കുന്നത്, അതെങ്ങനെ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത് ഞങ്ങൾക്കൊരു ബിഗ് ഡീലാണ്. ഓക്കെ. അപ്പോൾ വിഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹെഫിലിനെ സംബന്ധിച്ചിട്ട് എന്താണ് ഒരു വിഷൻ പറയുകയാണെങ്കിൽ? വിഷനും ഈ പറഞ്ഞ പോലെയാണ്. നമ്മളെ വിഷനൊക്കെ ഞങ്ങളിങ്ങനെ മോൾഡ് ചെയ്ത് വന്ന, അതായത് ഞങ്ങൾ സ്റ്റാർട്ടിങ് ഉള്ളതായിരിക്കുമല്ലോ ചിലപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ വേഗ് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും അണ്ടർലൈങ് സാധനം എന്ന് പറഞ്ഞാൽ കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ്, അതായത് നല്ല CRM, നല്ല പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ
നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം. എൻജോയ് ചെയ്ത ആൾക്കാർ ഈ വർക്കേഴ്സ് ശരിക്കും ബോസ് അല്ലെങ്കിൽ മാനേജേഴ്സ് ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ് അധിക സ്ഥലത്ത്. ഓക്കെ, ഇതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ട് പോലെ യൂസ് ചെയ്യും. അതുപോലെ പഠിക്കുക ആ ഒരു വർക്ക് ഫ്ലോ, എന്നാൽ അൺമോട്ടിവേറ്റഡ് ആയിട്ട് വന്ന് ചെയ്യും. അപ്പോൾ അവിടെ എങ്കിലും നമുക്കൊരു എഡ്ജ് കൊടുത്ത് എൻജോയബിൾ ആക്കി കഴിഞ്ഞാൽ തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആളെ മൂഡ് മാറി റിസൾട്ടും മാറും. ഞങ്ങൾ ട്രൂലി ബിലീവ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, നല്ല പ്രൊഡക്റ്റ്, യൂസബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി മാറും. അപ്പോൾ അത് ബിൽഡ് ചെയ്യുക, അതാണ് കോർ സംഭവം. പിന്നെ ഇനി അടുത്തതുള്ളത് ഇത് ഏത് സ്കെയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ടിങ് എടുത്തിട്ട് ഒരു 100x റിട്ടേൺ ഉള്ള മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അങ്ങനെ കോമ്പീറ്റ് ചെയ്ത് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഫിറ്റബിൾ കമ്പനി ഉണ്ടാക്കിയിട്ട് അത് എൻജോയ് ചെയ്ത് ഒരു എക്സ് എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണോ എന്നുള്ളത് ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു സംഭവമാണ്. അതെ, ആ ഒരു മെച്യൂരിറ്റി പല ഡാറ്റ അതാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറഞ്ഞ, അല്ലെങ്കിൽ ഇവോൾവിങ് ആണ് നമ്മളെ കാര്യങ്ങളെല്ലാം. നമുക്ക് കിട്ടുന്ന പുതിയ ഇൻഫർമേഷനും നോളജും അനുസരിച്ച് ഇവോൾവിങ് ആണ്. അപ്പോൾ അങ്ങനെ ഇവോൾവ് ചെയ്തിട്ടൊരു റൈറ്റ് സ്കെയിലിലേക്കുള്ള പ്രൊഡക്റ്റ് എന്താണ് നമ്മളെ ഔട്ട്കം, എന്താണ് നമ്മളെ അന്നേരത്തെ നമുക്ക് സമാധാനമാണോ വേണ്ടിയത്, അല്ലെങ്കിൽ മിക്കവാറും നമ്മളതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ റിലീജിയസ് ആയിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്തെത്തണം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീൻസ് എടുക്കേണ്ടി വരും. ഫണ്ടിങ് ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ആദി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ ബീങ് ഓൺ ദ ഷോ. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് പറഞ്ഞു. ഒരുപാട് നിങ്ങളുടെ ഈ ഏജിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസും വളരെ വലുതാണ്. അപ്പോൾ അത് ഐം ഷുവർ ഇത് കേട്ടിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. വൺസ് അഗൈൻ താങ്ക് യു ഫോർ ബീങ് ഓൺ ദ ഷോ. സീ യു സൂൺ. താങ്ക് യു.